ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബിബിആറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്റർ ആണ് പ്രകാശത്തിന്റെ പ്രതിപതനം. പ്രകാശത്തിന്റെ പ്രതിപതനം എന്നുള്ള ഈ ഒരു ചാപ്റ്ററിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. 7ാം ക്ലാസ്സിലെ പ്രകാശവിസ്മയങ്ങൾ എന്നുള്ള ഒരു ചാപ്റ്ററിലെ ഈ ഒരു ചാപ്റ്ററിന്റെ ബേസ് ഉണ്ട്. അതുപോലെ 8ാം ക്ലാസ്സിലെ പ്രകാശീയ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ എന്നുള്ള ചാപ്റ്ററിലും ഇതിന്റെ ബേസ് ഉണ്ട്. അപ്പൊ ആ രണ്ട് ചാപ്റ്ററും കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഈ ഒരു ക്ലാസ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം. അത് കണ്ടിട്ട് ഈ ഒരു ചാപ്റ്റർ കാണാൻ വരിക. കാരണം അതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ബേസ്. എന്നാലും അത് കാണാത്തവർക്കും കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ആവും ഞാൻ ഈ ഒരു ചാപ്റ്റർ എടുക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ആ ഒരു ചാപ്റ്റർ കണ്ടിട്ട് വരാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അതൊന്ന് പോയിട്ട് കാണാം. ഓക്കെ, എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ചാപ്റ്റേഴ്സ് പഠിച്ചിരിക്കണം. വളരെയധികം ക്വസ്റ്റ്യൻസ് ഇത്തരം ചാപ്റ്റേഴ്സിന് വരാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോയാലോ? എല്ലാവരും ശ്രദ്ധിച്ച് ക്ലാസ്സിൽ ഇരിക്കുക. ശ്രദ്ധയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ക്ലാസ്സിലോട്ട് കൊണ്ടുവരിക. കാരണം അത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ശ്രദ്ധ പോയാൽ എന്താണ്, ഇതൊന്നും മനസ്സിലാവില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ എന്താ പറയുന്നത്, ഒരു കുട്ടി ഒരു കാർ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ആ കാറിന്റെ കണ്ണാടി നോക്കിയിട്ട് അല്ലെ, അതിലെ മിറർ ദർപ്പണം നോക്കിയിട്ട് എന്ത് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് വാഹനങ്ങളുടെ കണ്ണാടികളിൽ ഇങ്ങനെ എഴുതുന്നതിന് കാരണം എന്തായിരിക്കും? വാഹനങ്ങളുടെ കണ്ണാടികളിൽ ഇങ്ങനെ എഴുതുന്നതിന്റെ കാരണം എന്തായിരിക്കും? എന്താ അപ്പോ ആ കണ്ണാടിയിൽ എഴുതിയിട്ടുള്ളത്? ആ കുട്ടി എന്താ കണ്ടേ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം അല്ലെ. ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ. അതായത് ഈ ഒരു മിററിൽ കാണുന്നതിനേക്കാളും അടുത്താണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ആ വാഹനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എന്ന്. അതായത് ഈ ഒരു കണ്ണാടിന്റെ ഈ ഒരു ദർപ്പണത്തിൽ എന്ത് കാണുന്നുണ്ട്? പുറകെ നിന്നും വരുന്ന വാഹനങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ആ വാഹനങ്ങൾ വിട്ടുന്ന് വരുന്ന പോലെ നമുക്ക് തോന്നുക. പക്ഷെ നമ്മൾ എന്ത് മനസ്സിലാക്കണം, അത് നമ്മളെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്, അത് കാണുന്നതിനേക്കാളും അടുത്താണ് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ ഏത് മിററാണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഈ ഒരു കണ്ണാടിയില് അല്ലെങ്കിൽ നമ്മളെ വാഹനങ്ങളുടെ റിയർ വ്യൂ മിററായി യൂസ് ചെയ്തിട്ടുള്ള മിറേഴ്സ് ഏതാ? കോൺവെക്സ് ദർപ്പണമാണ്, കോൺവെക്സ് മിറർ ആണ്. കാരണം എന്താ? കോൺവെക്സ് മിറേഴ്സ് എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്ത് പോകും അല്ലെ. പ്രകാശരശ്മികൾ എല്ലായിടത്തേക്കും എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ, ഒരുപാട് ഭാഗങ്ങളിൽ നിന്നും ചിത്രങ്ങൾ ഈ ഒരു മിററിലേക്ക് പതിക്കും. പിന്നെ അതേപോലെ എന്തെങ്കിലും ചെറുതായിരിക്കും, ആ ഒരു പിക്ചർ ചെറുതായിരിക്കും, വാഹനങ്ങളൊക്കെ ചെറുതായതുപോലെയാണ് നമുക്ക് കാണുക. പിന്നെ അതേപോലെ മിഥ്യയും നിവർന്നതുമായിരിക്കും. മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കോൺവെക്സ് മിറർ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ക്രീനിൽ, ഇവിടെ വേറെ ഏതെങ്കിലും സ്ക്രീൻ വെച്ചാൽ നമുക്ക് ആ സ്ക്രീനിൽ ആ ഒരു പ്രതിബിംബത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പതിപ്പിക്കാൻ കഴിയില്ല. മിഥ്യാ പ്രതിബിംബം ഉണ്ട്, അതേപോലെ യഥാർത്ഥ പ്രതിബിംബം ഉണ്ട് എന്നാണ് ഒരു നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു ദർപ്പണം യൂസ് ചെയ്തിട്ട്. എല്ലാരും മനസ്സിലാക്കണേ, ദർപ്പണങ്ങൾ രണ്ട് സൈസ് ഉണ്ട്. മിഥ്യയും ഉണ്ട്, യഥാർത്ഥവും ഉണ്ട്. അപ്പൊ എന്താണ് യഥാർത്ഥം, എന്താണ് മിഥ്യ എന്ന് പറഞ്ഞുതരാ. മിഥ്യാപ്രതിബിംബം പറഞ്ഞാൽ എന്താ, ഒരു ആ കണ്ണാട, ആ ദർപ്പണം ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഒബ്ജക്റ്റിനെ സ്ക്രീനിലേക്ക് പതിപ്പിക്കാൻ കഴിയുന്നതാണെങ്കിൽ അത്തരം മിറേഴ്സ് നമ്മൾ പറയുന്നതാണ് യഥാർത്ഥ പ്രതിബിംബം. ആ പ്രതിബിംബങ്ങളെ ഒരു സ്ക്രീനിലേക്ക് പതിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അത്തരം പ്രതിബിംബങ്ങളെ പറയുന്നതാണ് യഥാർത്ഥം. പ്രതിപതിപ്പിക്കാൻ, അതായത് ഒരു സ്ക്രീനിലേക്ക് പ്രതിപതിപ്പിക്കാൻ കഴിയാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിഥ്യാ പ്രതിബിംബം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കോൺവെക്സ് മിററിന്റെ ഒരു പ്രത്യേകത എന്താ, അത് മിഥ്യാ പ്രതിബിംബമാണ്. അതെന്താന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. കോൺവെക്സ് മിറർ എന്താ, എല്ലാ വസ്തുക്കളെയും എന്തെങ്കിലും ചെറുതാക്കി കാണിക്കാൻ സാധിക്കുന്നതാണ് കോൺവെക്സ് മിററിൽ. പിന്നെന്താണ്, അത് ചെറുതാവുന്നോണ്ട് നമ്മൾ വിചാരിക്കുന്നത് വിട്ടാണ് വരുന്നത് എന്നുള്ളത് അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. സെറ്റ് ആണല്ലോ, ക്ലിയർ അല്ലേ? അപ്പൊ നോക്കൂ, നമ്മൾ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ ഒരു ചിത്രം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്? ഒരു സമതല ദർപ്പണം. എന്താ സമതല ദർപ്പണം എന്ന് പറഞ്ഞാല്, അതിന്റെ ഉപരിതലം നമ്മളിപ്പോ സാധാ കണ്ണാടിയിലൊക്കെ നോക്കാറില്ലേ? അപ്പം കണ്ണാടിയിൽ നോക്കുമ്പോ എന്താ, നമുക്ക് നമ്മളെ പ്രതിബിംബം കാണാൻ പറ്റാറുണ്ട്. അപ്പൊ ഈ കണ്ണാടി നമ്മൾ മുഖം നോക്കാൻ യൂസ് ചെയ്യുന്ന, സാധാരണ നമ്മൾ മുഖം നോക്കാൻ യൂസ് ചെയ്യുന്ന കണ്ണാടി എന്താ,
സമതല ദർപ്പണം. കാരണം അതിന്റെ ഉപരിതലം എന്താണ്, നേരെയാണ്, നല്ല മിനുസമായ പരന്നിട്ടാണ്. അതുകൊണ്ട് അത്തരം ദർപ്പണങ്ങൾ നമ്മൾ എന്ത് വിളിക്കും, സമതല ദർപ്പണം എന്ന് വിളിക്കും. അപ്പൊ ഈ ദർപ്പണങ്ങളുടെ ദർപ്പണങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ണാടിക്ക് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് നമ്മളെ പ്രതിബിംബം, നമ്മുടെ ഇമേജ് കാണുന്ന ഒരു ഭാഗം ഉണ്ടാവും, അതേപോലെ ഇമേജ് കാണാത്ത ഒരു പുറം ഭാഗം ഉണ്ടാവില്ലേ. അപ്പൊ ആ പുറം ഭാഗത്ത് എന്ത് ചെയ്യൂല, വെളിച്ചം തട്ടൂല, പ്രകാശരശ്മി പതിക്കൂല. ആ പുറം ഭാഗത്തെ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏത്, ഇങ്ങനെ ഒരു വര. കണ്ട, ഒരു മുള്ളു പോലത്തെ ഒരു വര. എന്താണ് ഇത്, കണ്ണാടിയാണ്. ആ കണ്ണാടി നമ്മൾ ഇങ്ങനെ വെച്ചിക്കാണ്. ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു പിക്ചർ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, നമ്മൾ ഒരു ദർപ്പണം എടുത്തു, അതായത് സമതല ദർപ്പണം എടുത്തു. ആ സമതല ദർപ്പണമാണ് ഇത്. ഇതെന്താണ് നമ്മൾ ചെയ്യുന്നത്, കണ്ടോ, ഈ ഒരു ദർപ്പണം നമ്മൾ നേരെ വെക്കുകയാണെങ്കിൽ ഇതിന്റെ തായ്ഭാഗം ഉണ്ടല്ലോ, ആ തായ്ഭാഗത്തെ കാണിക്കുന്നതാണ് ഈ ഒരു വര എന്ന് പറയുന്നത്. ഇവിടെ ഇതിന്റെ മുകൾ ഭാഗം, നമ്മളെ പ്രതിബിംബമൊക്കെ കാണുന്ന, കണ്ടോ, ഈ മുകളിലത്തെ വര ഇതിൽ കാണുന്ന ആ ഒരു മുഖം കാണുന്ന നമ്മളെ ദർപ്പണം, അതിന്റെ ഭാഗത്തെ സൂചിപ്പിക്കുന്നതാണ് ഏത്, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, പ്രകാശകിരണങ്ങൾ ഇടിക്കുന്നത്. ഇപ്പം ഞാൻ ഇതിൽ ഒരു പിക്ചർ കാണാണ്, ഈ മുകളിലത്തെ ഞാൻ ഇതിൽ കാണുന്നുണ്ട്. എങ്ങനെയാണ്, ഈ ഒരു ഒബ്ജക്റ്റിൽ ഇതിലേക്ക് എന്ത് ചെയ്യും, പ്രകാശം പതിച്ചിട്ട് ഇവിടേക്ക് എന്ത് ചെയ്യും, പ്രകാശകിരണങ്ങൾ അടിക്കും. അത് നേരെ എന്ത് ചെയ്യും, എന്റെ കണ്ണ് ഇവിടെ ഉണ്ടെങ്കിൽ ആ കണ്ണിലേക്ക് എന്ത് ചെയ്യാണ്, തിരിച്ചു വരികയാണ്. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എന്റെ മുഖം ആ ഒരു കണ്ണാടിയിൽ കാണുന്നത്. അപ്പൊ ആ കണ്ണാടിയിലെ പ്രകാശം പതിക്കുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു വര പോലെ സൂചിപ്പിക്കും. സമതലമുണ്ട് ഇങ്ങനെ നേരെ. ഇതാണ് കേട്ടോ ആ കണ്ണാടി, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി കാണിക്കുന്നതാണ്. അപ്പം അത് നമ്മൾ ഒരു വര പോലെ സൂചിപ്പിക്കും. പ്രകാശം തട്ടാത്തതിന്റെ ഈ തായ്ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ വര പോലെ സൂചിപ്പിക്കും. കണ്ടോ, അപ്പൊ പ്രകാശം പതിക്കുന്നത് എവിടെ, പ്രകാശം പതിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. മനസ്സിലായോ, ഈ പ്രകാശം പതിച്ചിട്ട് ഒരു വസ്തുവിന്റെ മേല് പ്രകാശം പതിച്ച് അത് അതേ മാധ്യമത്തിലേക്ക്, അതായത് ഇത് വായുവാണെങ്കിൽ ഇതെന്താണ്, കണ്ണാടിയാണ്. കണ്ണാടി എന്ന് പറയുന്നത് വേറൊരു മാധ്യമമാണ്. അപ്പൊ ഒരു മാധ്യമത്തിലേക്ക് എന്ത് ചെയ്യും, പതിച്ചിട്ട് അത് അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വസ്തുവിനെ കാണുന്നത്. അപ്പൊ നമ്മളെ കണ്ണിലേക്ക് പതിക്കുമ്പോഴാണ് നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നത്. അപ്പൊ എന്താണ് പ്രകാശത്തിന്റെ പ്രതിപതനം നമ്മളോട് ചോദിക്കും. ഒരു വസ്തുക്കളെ കാണുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഊർജ രൂപമാണ് ഇത്, പ്രകാശം. വസ്തുക്കളെ കാണുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഊർജ രൂപം ഏതാത് ചോദിക്കും. അതെന്താ, പ്രകാശമാണ്. പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വസ്തുക്കളെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കി, ഈ ഒരു കണ്ണാടി അല്ലെങ്കിൽ ഈ ഒരു സമതല ദർപ്പണം, ഇപ്പൊ ഞാനിവിടെ ഇങ്ങനെ സൂം ചെയ്ത് തരുന്നുണ്ട്. ഇതെന്താണ്, നമ്മളൊരു സമതല ദർപ്പണമാണ്. ഈ സമതല ദർപ്പണത്തിൽ എന്ത് ചെയ്യാണ്, ഒരു പ്രകാശം വന്നിട്ട് ഇടിക്കുക. ആ പ്രകാശം എന്ത് ചെയ്യും, നേരെ അപ്പുറത്തേക്ക് അതേ മാധ്യമത്തിലേക്ക്, എവിടെ നിന്നാണോ ഇടിച്ചിട്ടുള്ളത് ആ ഒരു പ്രകാശരശ്മികള് അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരികെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രകാശ പ്രതിപതനം, അല്ലെങ്കിൽ എന്താണ്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശ പ്രതിപതനം എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ. ഒരു പ്രകാശകിരണം അല്ലെങ്കിൽ പ്രകാശരശ്മി വസ്തുക്കളുടെ ഉപരിതലങ്ങളിൽ തട്ടി പ്രകാശരശ്മികൾ അതേ മാധ്യമത്തിലേക്ക്, അപ്പൊ ഒരു പ്രകാശരശ്മി തട്ടാണ്, അതെന്ത് ചെയ്യാണ്, അതേ മാധ്യമത്തിലേക്ക്, അതായത് പുറത്തോട്ട് തന്നെ എന്ത് ചെയ്യാണ്, തിരിച്ചു വരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രകാശത്തിന്റെ പ്രതിപതനം. അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു വര യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യാണ്. എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു സമതല ദർപ്പണത്തെ ഇങ്ങനെ വരക്കും. അതിനെന്താണ്, പ്രകാശം തട്ടാത്ത ഭാഗം ഇങ്ങനെ വര വരക്കും. പ്രകാശം തട്ടുന്നത് നമ്മൾ ഇങ്ങനെ കാണിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അത് തിരിച്ചു വരും. തിരിച്ചു വരുന്ന ഈ ഒരു പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രകാശ പ്രതിപതനം. മനസ്സിലായല്ലോ. അപ്പോ ഇത്തരം ദിശാ വ്യതിയാനം സംഭവിക്കുന്നതിന് പ്രതിപതന നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ്. അതായത് ഇത് ഇങ്ങോട്ട് ഇടിക്കണം എന്നുണ്ടെങ്കിൽ ഇടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു പോകുന്നില്ലേ, അതിനെന്തുണ്ട്, കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ വിളിക്കുന്നതാണ് പ്രതിപതന നിയമങ്ങൾ. എന്താണ്, ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് തിരിച്ചു പോകുന്നത്. അത്തരം നിയമങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രതിപതന നിയമങ്ങൾ. പ്രതിപതന നിയമങ്ങൾ, പ്രതിപതനം പറഞ്ഞാൽ എന്താ, ലൈറ്റ് വന്ന് ഇടിക്കുന്നു, അത് നേരെ തിരിച്ചു പോകുന്നു. അതാണ് പ്രതിപതനം എന്ന് പറയുന്നത്. ലൈറ്റ് ഒരു മാധ്യമത്തിലേക്ക് ഇടിക്കുന്നു, അതേ മാധ്യമത്തിലേക്ക്, എവിടെ നിന്നാണോ ആ ലൈറ്റ് വന്നിട്ടുള്ളത് അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് പ്രകാശ പ്രതിപതനം. സെറ്റ് ആണല്ലോ, ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ഇതിന്റെ നിയമങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ദർപ്പണം എടുത്തിട്ടുണ്ട്. ഇവിടെ ദർപ്പണത്തിനെയാണ് ഇവിടെ കാണിക്കുന്നത്, സമതല ദർപ്പണമാണ്. ഇതെന്താണ്, ഈ പ്രകാശം പതിക്കാത്ത ആ ഒരു തായ്ഭാഗമാണ് കേട്ടോ. അപ്പം ഈ തായ്ഭാഗം നമ്മൾ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ
നമ്മൾ എന്ത് പറയാണ്, ഒരു പ്രകാശം ഇങ്ങനെ വന്നിട്ട് ഇടിക്കുകയാണ്. എവിടേക്ക് ഇടിക്കണേ? ഈ സമുദ്രദർപ്പണത്തിന്റെ ഒരു ഭാഗത്ത്. അപ്പൊ ഈ ഇടിക്കുന്ന ആ ഒരു ഭാഗത്തിന് നമ്മൾ എന്ത് വിളിച്ചു? ഓ എന്ന് വിളിച്ചിട്ടോ. ഓ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിച്ചു. ഓ ഓ എന്ന് ഡിനോട്ട് ചെയ്ത്. അപ്പൊ ഇവിടെ ഇടിക്കുന്ന ആ ഒരു ഭാഗത്ത് വിളിക്കുന്നതാണ് ഓ. ജസ്റ്റ് ഓ നമ്മൾ ഡിനോട്ട് ചെയ്തതാ. അപ്പൊ ഇടിച്ച ഈ രശ്മി എന്ത് ചെയ്തു? തിരിച്ചു പോയി. തിരിച്ച് അതേ മാധ്യമത്തിലേക്ക് പോയി. അപ്പൊ ഈ ഇടിക്കുന്ന രശ്മിയെ നമ്മൾ വിളിക്കുന്നതാണ് ഇൻസിഡന്റ് റേ. എന്താ വിളിക്കുക? ഇൻസിഡന്റ് റേസ് എന്ന് വിളിക്കും. പിന്നെ അതേപോലെ തിരിച്ചു പോയ നമ്മൾ വിളിക്കുന്നതാണ് ഏത്? റിഫ്ലക്റ്റഡ് റേ. റിഫ്ലക്റ്റഡ് റേ അല്ലെങ്കിൽ രശ്മി എന്ന് വിളിക്കും. നമ്മൾ രശ്മിയെ തെറ്റി എന്ന് വിളിക്കുന്ന പോലെ രശ്മി, പ്രതിപതന രശ്മി എന്ന് വിളിക്കും. അപ്പൊ റേക്ക് പറയുന്ന പേരാണ് രശ്മി എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. അപ്പൊ നോക്കി, ഈ റിഫ്ലക്റ്റഡ് റേനെ നമ്മൾ റിഫ്ലക്റ്റഡ് അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ എന്നല്ല പറഞ്ഞ ഇതിനെ ഇങ്ങോട്ട് പതിച്ചേനെ. അപ്പൊ ഇൻസിഡന്റിന്റെ ഐ ആണ് ഇത്, പിന്നെ റിഫ്ലക്റ്റഡിന്റെ ആർ ആണ് ഇത്. അപ്പൊ എന്താണ് ഈ ഐയും ആർ എന്ന് വായിക്കാലോ? നമ്മൾ എന്ത് ചെയ്യാ? ഇവിടേക്ക് ഒരു പ്രകാശം ഇങ്ങനെ പതിക്കുക. ആ പതിക്കുന്ന ബിന്ദുവിൽ നിന്നും ഇവിടെ ഈ ഒരു ദർപ്പണത്തിന്റെ ഈ ഒരു ഭാഗത്താണ് പതിച്ചത്. അതിൽ നിന്ന് നേരെ ലംബമായിട്ട് ഒരു വര മുകളിലോട്ട് വരക്കാണ്. എന്താണ്? നേരെ ലംബമായിട്ടൊരു വര മുകളിലോട്ട് വരക്കാണ്. ഇത് ലംബാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ ലംബം മുതല് ഈ ഇൻസിഡന്റ് റേ വന്ന അതുവരെയുള്ള ഈ ഒരു കോണളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസിഡന്റ് ആംഗിൾ എന്ന് വിളിക്കും. ഇൻസിഡന്റ് ആംഗിള് എഴുതി വെക്കണേ. ഇൻസിഡന്റ് ആംഗിള് അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? പതനകോണ്. പതനകോണ് അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ഇൻസിഡന്റിന്റെ ഐ. പിന്നെ അതേപോലെ ഈ ലംബത്തിൽ നിന്നും ഇങ്ങോട്ട്, അതായത് റിഫ്ലക്ട് ചെയ്ത അങ്ങോട്ട് പോയ ഈ ഒരു രശ്മി ഉണ്ടല്ലോ, അതുവരെയുള്ള കോൺ നമ്മൾ വിളിക്കുന്നതാണ് റിഫ്ലക്റ്റഡ് ആംഗിള് അല്ലെങ്കിൽ പ്രതിപതന കോണ്. പ്രതിപതന കോണ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യും? ആറ് എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പൊ നോക്കി, നിങ്ങളൊന്ന് മനസ്സിലാക്കി, ഈ ഒരൊറ്റൊരു വരമല്, അതായത് ഈ ഒരു പ്രതലത്തിൽ തന്നെയല്ലേ ഇൻസിഡന്റ് റേയും അതേപോലെ റിഫ്ലക്റ്റഡ് റേയും പിന്നെ ഈ കോണും ഈ പ്രതിപതന കോണൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടി പ്രകാശം പ്രതിപതിക്കുമ്പോൾ പതനകോണും അറിയുന്നത് ഇതും പ്രതിപതന കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇതെന്താ? എപ്പോഴും തുല്യമായിരിക്കും. ഇവിടേക്ക് എത്ര കോണിലാണോ പതിച്ചിട്ടുള്ളത് അതേ കോണിൽ തന്നെ ആയിരിക്കും. ഇതേ കോൺ തന്നെ. ഇവിടെ ഇപ്പൊ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും 30 ഡിഗ്രി ആവും. ഇതൊക്കെ നമ്മൾ 8ാം ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒന്നും കൂടി പറയുകയാണ് ഇതിൽ പറയുന്നതുകൊണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? ഇവിടെ 40 ആണെങ്കിൽ, അതായത് ഈ ഭാഗത്ത് 40 ആണെങ്കിൽ ഇവിടെയും 40 ഡിഗ്രി ആവും. അപ്പൊ എന്താ? പതനകോണും പ്രതിപതന കോണും എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതേപോലെ തന്നെ ഈ പതനരശ്മി ഉണ്ടല്ലോ, ഈ രശ്മി, ഇതിനെയാണ് പതനരശ്മി, ഇതാണ് പ്രതിപതന രശ്മി. ഈ രണ്ട് രശ്മികളും എപ്പോഴും പതന ബിന്ദുവിലേക്ക് പ്രതിപതനത്തിന് വരയ്ക്കുന്ന ലംബവും, അതായത് ഈ ഒരു ഇതാണ് പതന ബിന്ദു എന്ന് പറയുന്നത്. ഇവിടേക്കാണല്ലോ പതിച്ചിട്ടുള്ളത്. അതാണ് ഈ ഒരു, ഇവിടെയാണ് പതിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ വിളിക്കും പതന ബിന്ദു എന്ന്. ഇപ്പം ഈ ഓ എന്നൊരു പോയിന്റിലേക്കാണ് പതിച്ചിട്ടുള്ളത് രശ്മി, അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ഏത്? പതന ബിന്ദു. പതന ബിന്ദു. അവ പ്രതിപതന രശ്മിയും പ്രതിപതന രശ്മിയും പതന ബിന്ദുവും എന്നതും എവിടെ ആയിരിക്കും? ഒരേ തലത്തിലായിരിക്കും. മനസ്സിലായോ? ഈ ഒരു ലംബവും എല്ലാതും ഒരൊറ്റൊരു വരയിലല്ലേ എല്ലാം. ഇതും എന്താണ്? ഒരൊറ്റൊരു തലത്തിലായിരിക്കും. അത് നമ്മളെ SCERT പറയുന്നുണ്ട്. അതാണ് നെക്സ്റ്റ് ആയിട്ട് പറയുന്നത്. അടിയിൽ പറയുന്നുണ്ട് കേട്ടോ. എന്താണ് പതനരശ്മി, എന്താണ് പ്രതിപതന രശ്മി, ഒക്കെ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ബോക്സിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു ബോക്സിലെ കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ വായിച്ചിട്ടുള്ളത്. മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടി പ്രകാശം പ്രതിപതിക്കുമ്പോൾ പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. പതനരശ്മിയും പതന ബിന്ദുവിലേക്ക് പ്രതിപതനത്തിലേക്ക് വരക്കുന്ന ലംബവും ഒരേ തലത്തിലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി അടുത്തത് നോക്കൂ. ക്രമപതിപതനം എന്ത്? വിസരിത പ്രതിപതനം എന്ത് എന്ന്. ഈ ക്രമപതിപതനം പറഞ്ഞാൽ എന്താ? മിനുസുള്ള പ്രതലം എടുക്കുക. ഇപ്പൊ നമ്മളെ സ്റ്റീൽ പ്ലേറ്റ് ഇത് 8ാം ക്ലാസ് ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞതാണ്. ഒന്നും കൂടി പറയാണ്, കാരണം ഇതിൽ പറയുന്നത് കൊണ്ട് പറയാം കേട്ടോ. നമ്മളെ സ്റ്റീൽ പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ എന്ത് ചെയ്യും? അത് നല്ല മിനുസുള്ളതാണെങ്കിൽ അത് നമ്മൾ പ്രതിബിംബത്തെ കാണും, നമ്മളെ ഇമേജ് കാണും, നമ്മൾ സുന്ദരമായ മുഖം കാണും. അതേപോലെ തന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ സുന്ദരമായ മുഖം കാണുന്നുണ്ട്. കാരണം എന്താ? അതിലേക്ക് പ്രകാശം തട്ടിയിട്ട് ആ ഒരു പ്രകാശം തിരിച്ച് നമ്മളെ കണ്ണിലെത്തുമ്പോഴാണ്
നമ്മളെ പ്രതിബിംബത്തെ അല്ലെങ്കിൽ ഇമേജിനെ നമ്മൾ കാണുന്നത്. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പൊ നോക്കൂ, അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? അവിടെ എന്താ, ആ ഒരു പ്രതലം നല്ല മിനുസമായിട്ടുള്ള ഒരു പ്രതലമാണ്. എന്തായിരുന്നു? മിനുസമായിട്ടുള്ള ഒരു പ്രതലം. അപ്പൊ മിനുസമായ പ്രതലത്തിന് ഞാൻ എന്ത് വരച്ചു? ഇങ്ങനെ നേരെ വരച്ചു. അപ്പൊ ഇതിലേക്ക് ഒരു പ്രകാശരശ്മി തട്ടുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? ഇവിടേക്ക്, ഇതാണ് അതിന്റെ ബിന്ദു. അപ്പൊ ആ ബിന്ദുവിൽ നിന്ന് ഞാൻ ബിന്ദുവിനെ കാണിക്കുകയാണ്, അതായത് പതിച്ചിട്ടുള്ള ഒരു ബിന്ദു. ആ ബിന്ദുവിൽ നിന്ന് നേരെ വര വരച്ചാല് അതിൽ നിന്ന് എന്ത് ചെയ്യും? നേരെ വര വരച്ചു. അപ്പൊ എന്തായി? ആ ലംബമായി. ആ ലംബത്തിൽ നിന്നും എന്താ, തുല്യ കോണില് വേറൊരു രശ്മി പുറത്തോട്ട് പോകും. അതേപോലെ തന്നെ ഓരോ രശ്മിയും തട്ടുമ്പോൾ അതേ കോണുകളിൽ പോകും. കണ്ടോ? അപ്പൊ ഇത് പാരലൽ ആയിട്ടല്ലേ പോയത്? ഒരുപോലല്ലേ പോയത്? എല്ലാ രശ്മികളും ഒരുപോലെയാണ് പോയത്. അതുകൊണ്ട് ഈ ഒരു പ്രതിപതനത്തെ നമ്മൾ എന്ത് വിളിക്കും? ക്രമപ്രതിപതനം എന്ന് വിളിക്കും. അപ്പൊ മിനുസമായിട്ടുള്ള പ്രതലങ്ങളിലാണ് എന്ത് നടക്കുക? മിനുസമായിട്ടുള്ള പ്രതലങ്ങളിലാണ് ക്രമപ്രതിപതനം നടക്കുക. പക്ഷേ നോക്കൂ, ഇപ്പൊ ഒരു ഇവിടെ എന്താ വന്നിട്ടുള്ളത്? പ്രകാശ ബീം വന്നു, അതൊക്കെ തിരിച്ചു പോയത് പാരലൽ ആയിട്ടാണ്, സമാന്തരമായിട്ടാണ് പോയത്. പക്ഷെ നോക്കൂ, ഇവിടെ വിസരിത പ്രതിപതനം പറഞ്ഞാൽ എന്താ? മിനുസമല്ലാത്തൊരു പ്രതല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? വളഞ്ഞു പുളിഞ്ഞൊക്കെ ഒരു ഇത് വരച്ചിട്ടുള്ളത്. ഇതൊരു പ്രതലാണ്. അപ്പൊ ഈ പ്രതലത്തിൽ തട്ടുന്ന ഓരോ രശ്മിയും പല രീതിയിലുമാണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. കണ്ടോ? കുറെ ഇങ്ങോട്ട് വരും, കുറെ അങ്ങോട്ട് പോകും. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. കാരണം എന്താ? മിനുസമല്ലാത്ത പ്രതലാണ്. ഇങ്ങനെ പ്രതിപദിപ്പിക്കുമ്പോൾ ഈ ഒരു പ്രതിപതനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിസരിത പ്രതിപതനം. എന്ത് വിളിക്കും? വിസരിത പ്രതിപതനം. കിട്ടിയല്ലോ? ക്രമപ്രതിപതനം എന്താ മനസ്സിലായി? വിസരിത പ്രതിപതനം എന്താണെന്ന് മനസ്സിലായി. ഇത് SCERT പറഞ്ഞൊരു പോയിന്റ് ആണ്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? പിന്നെ അടുത്തത് നോക്കൂ. ഇനി നമ്മള് സമതല ദർപ്പണങ്ങളുടെ പ്രതിബിംബ രൂപീകരണം എങ്ങനെയാണ് നടക്കുന്നത്? എങ്ങനെയാണ് നമ്മളൊരു കണ്ണാടി, ഇപ്പൊ എന്റെ മുന്നിൽ ഒരു കണ്ണാടി ഉണ്ട്. ഞാൻ എന്താണ് രാവിലെ എണീറ്റ് കുളിച്ചിട്ട് എന്താണ് കണ്ണാടിയിൽ നോക്കുക. അപ്പൊ കണ്ണാടിയിൽ നോക്കുമ്പോൾ കണ്ണാടിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ എന്റെ പ്രതിബിംബത്തെ, എന്റെ ഇമേജ് എന്നെ ഞാൻ കാണുന്നുണ്ട്. സംഭവത്തിൽ അതിന്റെ ഉള്ളിലുള്ളത് ശരിക്കും എന്താ പറയാ, ഒരു പ്രതിബിംബം അവിടെ രൂപപ്പെടില്ല. അതിന്റെ ആ ഒരു മിററിന്റെ ഉള്ളിലാണ് അല്ലെ? അതെന്താണ്? മിഥ്യയാണ്. അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. അത് യൂസ് ചെയ്തിട്ട് ആ ഒരു കണ്ണാടി എനിക്ക് തിരിച്ചു വെച്ചാല് എന്റെ പ്രതിബിംബം എനിക്ക് വേറെ ചുമരിൽ പതിപ്പിക്കാൻ കഴിയോ? ഇല്ല. അങ്ങനെ ഓർത്തിരിക്കുക. സമതല ദർപ്പണത്തിൽ നോക്കിയാൽ നമുക്ക് അതിന്റെ ഉള്ളിൽ ഒരു ഇമേജ് കാണാൻ പറ്റും. പക്ഷെ ആ ഒരു ഇമേജ് നമുക്ക് എടുത്തിട്ട് വേറൊരു സ്ക്രീനിലേക്ക് പതിപ്പിക്കാൻ കഴിയോ? ഇല്ല. അതുകൊണ്ട് അതെന്താണ്? മിഥ്യാപ്രതിബിംബമാണ്. മിഥ്യയാണ്, യഥാർത്ഥ പ്രതിബിംബം അല്ല. മിഥ്യാപ്രതിബിംബമാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പൊ എങ്ങനെയാണ്? അതേപോലെ നോക്കൂ, അപ്പൊ മിഥ്യാപ്രതിബിംബം എന്താ മനസ്സിലായോ? പ്രതിബിംബങ്ങൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് യഥാർത്ഥവും ഒന്ന് മിഥ്യയുമാണ്. യഥാർത്ഥവും മിഥ്യയും. മിഥ്യയാണെങ്കിൽ മിഥ്യാപ്രതിബിംബമാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? നിവർന്നതായിരിക്കും. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ ഒന്ന് വരച്ചു തരാം സംഭവം. രണ്ട് ടൈപ്പ്, ഇതെപ്പോഴും നിങ്ങൾക്ക് ഡൗട്ട് അടിക്കുന്ന കാര്യമാണ്. ഈ മുന്നോട്ട് വരുമ്പോഴൊക്കെ കാണാൻ പോകുന്നതാണ്. രണ്ട് കോളം വരയ്ക്കുക. ഇതില് ഞാൻ പറഞ്ഞുതരാം. ഒന്നില് പ്രതിബിംബങ്ങൾ രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ ടൈപ്പാണ് യഥാർത്ഥ പ്രതിബിംബം. രണ്ടാമത്തതാണ് മിഥ്യാപ്രതിബിംബം. ഇത് നിങ്ങൾക്ക് സെറ്റ് ആണല്ലോ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, യഥാർത്ഥ പ്രതിബിംബം പറഞ്ഞാൽ എന്താ? അത് എപ്പോഴും നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയും. സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്ന പ്രതിബിംബങ്ങളെയാണ് നമ്മൾ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെ കോൺകേവ് യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. എക്സ്പെരിമെന്റിൽ കാണിച്ചു ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പതനകോണും അതേപോലെ പ്രതിപതനകോണും തുല്യമായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതേപോലെ ക്രമപ്രതിപതനം എന്ത്, വിസരിത പ്രതിപതനം എന്ത് എന്ന് നമ്മൾ പറഞ്ഞു തരാം. ഇനി എങ്ങനെയാണ് സമതല ദർപ്പണങ്ങളിൽ പ്രതിബിംബ രൂപീകരണം ഉണ്ടാവുന്നതെന്ന്. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യം പറഞ്ഞിരുന്നു. ഒരു ദർപ്പണമാകുമ്പം ദർപ്പണങ്ങളിൽ രണ്ട് കേസ് ഉണ്ട്. അതായത് ഒന്നെന്താണ്, ദർപ്പണങ്ങളാകുമ്പോൾ അതിൽ ഒരു ദർപ്പണത്തിലെ പ്രതിബിംബം മിഥ്യാപ്രതിബിംബം ഉണ്ടാവും. ചിലതിൽ എന്താണ്, യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാവും. അപ്പൊ മിഥ്യാപ്രതിബിംബമാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? നിവർന്ന പ്രതിബിംബമായിരിക്കും. നിവർന്നതായിരിക്കും. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ നിവർന്നതാണെങ്കിൽ അപ്പൊ തന്നെ നമ്മളത് മനസ്സിലാക്കണം, അത് മിഥ്യാപ്രതിബിംബമാവും. യഥാർത്ഥ പ്രതിബിംബമാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? തല കീഴായിട്ടാവും അതിന്റെ പ്രതിബിംബം കിട്ടുക. ഇത് ഓർത്തിരിക്കുക. അപ്പൊ തല
കീയായിട്ട് ഒരു പ്രതിബിംബം ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, അത് യഥാർത്ഥ പ്രതിബിംബമാവും. യഥാർത്ഥവും മിഥ്യവും പറഞ്ഞാൽ എന്താ, അവിടെ വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ പാർട്ട് നിർത്തിയിട്ടുള്ളത്. മിഥ്യ എന്ന് പറഞ്ഞാല് ഒരു ഇമേജിനെ, ഒരു ദർപ്പണം ഉപയോഗിച്ചിട്ട് ആ ഒരു ഇമേജിനെ നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത്തരം പ്രതിബിംബങ്ങളെ മിഥ്യാപ്രതിബിംബം എന്നും, സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബങ്ങളെ നമ്മൾ എന്ത് പറയും, യഥാർത്ഥ പ്രതിബിംബം എന്നും പറയും. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ പാഠപുസ്തകത്തിൽ നമ്മളെ 7ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററിൽ കാണിക്കുന്നുണ്ട്. അതിന്റെ ഒരു പിക്ചർ അത് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടി നമ്മളെ കോൺകേവ് ദർപ്പണം, ഇത് കോൺകേവ് ദർപ്പണമാണ്. ആ കോൺകേവ് ദർപ്പണം ഉപയോഗിച്ചിട്ട് ഈ ജനലിന്റെ ഉള്ളിലുള്ള ഈ ഒരു മരത്തെ എന്ത് ചെയ്യാണ്, ഇവിടുത്തെ ഭിത്തിയിലേക്ക് പതിപ്പിക്കുക. അപ്പൊ ആ ഒരു മരം നോക്കൂ, എന്താ ചെയ്യുന്നത്, കണ്ടില്ലേ, അതെന്താ തല കീഴായിട്ടാ കാണപ്പെടുന്നത്. അപ്പൊ ഇത് ഒരു സ്ക്രീനിലേക്ക് എന്ത് ചെയ്തു, ആ മരം നമ്മൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്തു, ഒരു സ്ക്രീനിലേക്ക് പതിപ്പിച്ചു. ഇങ്ങനെ പതിപ്പിക്കാൻ കഴിയുന്ന മിറേഴ്സിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ മിററിൽ, ഈ കോൺകേവ് മിററിൽ കിട്ടുന്ന പ്രതിബിംബം എന്താവും, എന്ത് പ്രതിബിംബമാവും, യഥാർത്ഥ പ്രതിബിംബമാവും. യഥാർത്ഥമായത് കൊണ്ടാണ് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിഞ്ഞത്. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും, അത് മിഥ്യാപ്രതിബിംബമാണ്. യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും എന്തായിരിക്കും, തല കീഴായിട്ടുള്ളതായിരിക്കും. മിഥ്യാപ്രതിബിംബം എപ്പോഴും എന്തായിരിക്കും, നിവർന്നതായിരിക്കും. ആ ഒരു കണ്ടന്റ് നിങ്ങൾ ഉറപ്പായിട്ട് മനസ്സിലാക്കണം. നമ്മളെ 7ാം ക്ലാസ്സിലെ ബുക്കിലുള്ള ആ ഒരു പിക്ചറാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളതാണ്, 7ാം ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മളെ ആംബുലൻസ് എന്ന് എഴുതി നിങ്ങൾ കണ്ടിട്ടില്ലേ, ആംബുലൻസ് എന്നുള്ളത് എങ്ങനെയാണ്, അതിന്റെ ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് എഴുതുന്നത്. കാരണം എന്താ, നമ്മൾ ഈ വാഹനങ്ങളിന്റെ റിയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാ, കോൺവെക്സ് മിറർ ആണ്. ഏത് മിററാണ്, കോൺവെക്സ് മിററാ. കാരണം എന്താ, കോൺവെക്സ് മിററിനെ നമ്മൾ സാധാ സമതല ദർപ്പണം യൂസ് ചെയ്താൽ മതി. പക്ഷെ അതിന് സമതല ദർപ്പണം പറയുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മുഖം നോക്കാൻ യൂസ് ചെയ്യുന്ന ദർപ്പണമാണ് സമതല ദർപ്പണം, അതായത് പ്ലെയിൻ മിറർ. അത് യൂസ് ചെയ്താൽ മതി കണ്ണാടികൾ നമുക്ക് റിയർ വ്യൂ മിറർ ആയിട്ട്. പക്ഷെ അവിടെ കോൺവെക്സ് എന്ത് മിററാണ് യൂസ് ചെയ്യുന്നത്, കോൺവെക്സ് മിററാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ, കൂടുതൽ വീക്ഷണ സ്ഥിരത കിട്ടുന്നുണ്ട്. സമതല ദർപ്പണത്തെക്കാളും കൂടുതൽ വീക്ഷണ സ്ഥിരത ഉള്ള മിററാണ് ഏത്, കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഈ കോൺവെക്സ് മിറർ ആണെങ്കിലും നമ്മളെ സമതല ദർപ്പണാണെങ്കിലും നമ്മളൊരു ഫോട്ടോ നമ്മളെ കാണുമ്പോൾ, നമ്മളെ മുഖം നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ വലത് കൈ ഉയർത്താണെങ്കിൽ കണ്ണാടിയിലെ എന്താണ്, ആ കണ്ണാടിയിലുള്ള പ്രതിബിംബം ശരിക്ക് അതിന്റെ ഇടത് കൈ അല്ല ഉയർത്തുന്നത്. അപ്പൊ നമുക്ക് അതിനെന്ത് വിളിക്കാൻ പറ്റും, പാർശ്യ വിപര്യം എന്ന് വിളിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, ലാറ്ററൽ ഇൻവേർഷൻ എന്ന് വിളിക്കാൻ പറ്റും. പാർഷിക വിപര്യം അല്ലെങ്കിൽ എന്ത് വിളിക്കാൻ പറ്റും, ലാറ്ററൽ ഇൻവേർഷൻ എന്ന് വിളിക്കാൻ പറ്റും. അപ്പം അതിനോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആംബുലൻസ് എന്നുള്ളത് ഇങ്ങനെ എഴുതുന്നത്. കാരണം എന്താ, നമുക്ക് ആ ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇതിന്റെ എന്തെയും ശരിക്കുള്ള രൂപത്തിൽ കാണാൻ പറ്റും. കാരണം ഇത് ഇങ്ങനെ എഴുതുമ്പോൾ തല കുത്തനെ, അതായത് ഇതിന്റെ ഇടതുഭാഗം ഇങ്ങനെ മാറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു കണ്ണാടിയിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ കാരണം. എല്ലാവരും ഓർത്തിരിക്കുക. ഇത് നമ്മളെ 7ാം ക്ലാസ്സിലെ ബുക്കിൽ പറഞ്ഞ കാര്യമാണ്, ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറഞ്ഞതാണ്. കണ്ടോ, ഈ ഒരു ഫോട്ടോ കാണുന്നുണ്ടല്ലോ, ഈ കുട്ടീന്റെ വലത് കൈ, ഈ കുട്ടി എന്താ ഉയർത്തി നോക്കുമ്പോൾ എന്താണ്, ആ ഒരു ഇമേജിന്റെ ഇടത് കൈയാണ് അത് ഉയർത്തുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. പാർഷിക വിപര്യം അല്ലെങ്കിൽ ലാറ്ററൽ ഇൻവേർഷൻ എന്താന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സെറ്റ് ആണല്ലോ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും എന്ന് മനസ്സിലായി. അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. എന്താ, ദർപ്പണം ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രൊട്ടക്ടർ വെച്ചു, അളവൊക്കെ രേഖപ്പെടുത്തി, അതിലേക്ക് ഒരു ലേസർ ലൈറ്റ് അടിക്കുകയാണ്. അപ്പൊ ആ ഒരു ലൈറ്റ് തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ എന്താ, തിരിച്ചു വരുമ്പോൾ ആ ഒരു ഈ 20 ഡിഗ്രിയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇതും തിരിച്ചു വരുന്നത്. അതിനാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തതാണ്. അതും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ആണല്ലോ. അപ്പൊ മിഥ്യാപ്രതിബിംബം എന്ത്, യഥാർത്ഥ പ്രതിബിംബം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 10ാം ക്ലാസ്സിലെ ബുക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്
ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത് മനസ്സിലാവുന്നില്ല. ഇതെന്താന്ന് വെച്ചാല് നമ്മളൊരു ദർപ്പണത്തിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് ആ ദർപ്പണത്തിന്റെ ഉള്ളില് നമ്മൾ അതിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്, ദർപ്പണത്തിന്റെ ഉള്ളിലാണ് നമ്മൾ ആ ഇമേജിനെ കാണുന്നത്. ഉള്ളിലാണ് ഇമേജിനെ കാണുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്, ഐ എന്ന് കൊടുത്തിട്ടുള്ളത്. ഈ ഐ എന്ന് പറയുന്നത് ഇമേജ് ആണ്. അപ്പൊ ഒബ്ജക്റ്റ് എവിടെയുള്ളത്, ഒബ്ജക്റ്റ് എവിടെയാണ് ഉള്ളത്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഇതിനൊരു 3D ഫോമില് കാണാം കേട്ടോ. അപ്പൊ ഇവിടെ ഞാനൊരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്, അതായത് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഈ മെഴുകുതിരി കത്തിച്ച് വെച്ചത് ഞാൻ ഈ ദർപ്പണത്തിലൂടെ കാണാം. ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്. ഇത് ഈ ദർപ്പണത്തിൽ തട്ടിയിട്ട്, ദർപ്പണത്തിൽ പ്രകാശം ഇതിൽ നിന്ന്, ഈ മെഴുകുതിരിയിൽ നിന്ന് വരുന്ന പ്രകാശം തട്ടിയിട്ട് ഞാൻ എന്റെ കണ്ണിലൂടെ കാണാം. ഇതാണ് എന്റെ കണ്ണ്. അപ്പൊ എങ്ങനെയാണ് കാണുന്നതെന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത്. എങ്ങനെയാണ് ഒരു പ്രതിബിംബം നമ്മളെ കണ്ണിന് പതിക്കുന്നത്. ആ ദർപ്പണത്തിന്റെ ഉള്ളിലൂടെ, ദർപ്പണം ഇത് ദർപ്പണമാണ്, ഇതാണ് ദർപ്പണം. ആ ദർപ്പണത്തിൽ പ്രകാശം തട്ടിയിട്ട് അതിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രതിബിംബത്തെ കാണുന്നത്. ദർപ്പണത്തിന്റെ പുറകെ അല്ലല്ലോ കാണുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്നാ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഒരു വസ്തുവിനെ, ഈ ഒരു മെഴുകുതിരിനെ ഞാൻ O എന്ന ഒബ്ജക്റ്റ് എന്ന O കൊണ്ട് ഞാൻ സൂചിപ്പിച്ചു. അപ്പൊ ഈ ഓയിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രകാശരശ്മി വരുന്നുണ്ട്. അതിനെ ഞാൻ വേറെ കളറോട്ട് കാണിക്കുകയാണ്. ഈ ഒരു പ്രകാശരശ്മി കണ്ണാടിയില് എന്താണ്, ഇടിക്കാണ്, ആ ദർപ്പണത്തിൽ ഇടിക്കാണ്. അപ്പൊ ആ ഇടിക്കുന്ന ആ ഒരു പോയിന്റിനെ ഞാൻ A എന്ന് വിളിച്ചു. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഒരു രശ്മി തിരിച്ച് നമ്മളെ പ്രതിപതനം, എന്താണ്, പ്രതിപതന നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് എന്ത് ചെയ്തു, അതേ കോണളവിൽ തന്നെ എന്ത് ചെയ്തു, റിഫ്ലക്ട് ചെയ്തു. അപ്പൊ ആ ഒരു രശ്മിനെ ഞാൻ എന്ത് വിളിച്ചു, ബി എന്ന് വിളിച്ചു. അപ്പൊ ആ ഒരു പോയിന്റിനെ ബി എന്ന് വിളിച്ചു. അപ്പൊ OA എന്ന് പറയുന്നത് എന്താ, ഇവിടെ OA എന്ന് പറയുന്നത് പതനരശ്മിയും AB എന്ന് പറയുന്നത് എന്താണ്, പ്രതിപതന രശ്മിയുമാണ്. മനസ്സിലായല്ലോ? പിന്നെന്താ, ഇവിടെ ഈ X എന്ന് പറയുന്നത് ഈ ഒരു A എന്ന പോയിന്റിനെ ആസ്പദമാക്കി നമ്മൾ ഒരു ലംബം വരച്ചതാ. കാരണം എന്താ, ഈ കോണും ഈ കോണും തുല്യാണെന്ന് അറിയാൻ വേണ്ടി. അതേപോലെ തന്നെ ഈ ഒബ്ജക്റ്റിൽ നിന്നും വേറൊരു കിരണം കൂടി വരുന്നുണ്ട്. അതിനെ ഞാൻ എന്ത് വിളിച്ചു, OC എന്ന് വിളിച്ചു. കണ്ടോ, ആ കുത്തുന്ന ഭാഗത്ത് C നമ്മൾ ഡിനോട്ട് ചെയ്തു. ഈ C നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു ആ ഒരു കിരണം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പ്രതിപതന നിയമം അനുസരിച്ച് ലംബം ഞാൻ വരക്കുന്നുണ്ട്. ലംബം വരക്കുന്ന എന്താ, ഇതെല്ലാം ഒരു പ്രതലത്തിലാണെന്ന് അറിയാൻ വേണ്ടിട്ടാ. കണ്ടോ? അപ്പൊ ഇങ്ങനെ തിരിച്ചു വരികയാണ്. അപ്പൊ ഇവിടെ തിരിച്ചു വരുന്ന, നോക്കൂട്ടോ, തിരിച്ചു വരുന്ന കിരണങ്ങൾ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഡിനോട്ട് ചെയ്യാണ്. നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്ന റേ, ഒരു റേ ഇതുണ്ട്, ഇത് റിഫ്ലക്ട് ചെയ്തു. അതേപോലെ വേറൊരു റേയും റിഫ്ലക്ട് ചെയ്തു. അപ്പൊ ഇതിന്റെ കണ്ണെന്ന് കാണുമ്പോൾ ഈ റേ, ഈ കണ്ടോ, ഈ റേ എവിടുന്നോ വരുന്ന പോലെയല്ലേ തോന്നുന്നു. ഇവിടുന്ന് വരുന്ന നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ എന്താ വിചാരിക്കുക, ആ ഇത് ബാക്കിന്ന്, ഈ ദർപ്പണത്തിന്റെ ബാക്കിന്ന് എവിടുന്നോ വരികയെന്നാ. അപ്പൊ ജസ്റ്റ് നമ്മൾ അങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക. എന്താ ചെയ്യുന്നത്, ഈ ഒരു റേ കണ്ടോ, ഈ ഒരു റേ ബാക്കിൽ നിന്ന് വരുന്ന പോലെ നമുക്ക് തോന്നുന്നേ. കാരണം ആരോ മാർക്ക് തന്നെ കണ്ടില്ലേ, വരുന്നത് പോലെ തോന്നുന്നേ. അപ്പൊ ജസ്റ്റ് നമ്മൾ അതിന്റെ ബാക്കിലോട്ട് ഇങ്ങനെ യോജിപ്പിച്ചു. നമ്മളെ കണ്ണെന്ത് ചെയ്യാണ്, അത് യോജിപ്പിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ച് വരച്ചു. പിന്നെ അതേപോലെ ഈ റാൻഡും ജസ്റ്റ് യോജിപ്പിച്ച് വരച്ചു. അപ്പൊ കണ്ടോ, നമുക്ക് ഇമേജ് എവിടെ കാണുന്നത്, ശരിക്കുള്ള ഇമേജ് ഇവിടെ ആണെങ്കിലും ഒബ്ജക്റ്റ് ഇവിടെ ആണെങ്കിലും ഇമേജ് നമുക്ക് ദർപ്പണത്തിന്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് നമ്മുടെ മുഖം കണ്ണാടിയിൽ നോക്കുമ്പോഴും നമ്മൾ വസ്തുവിനെ കാണുന്നത്. അപ്പൊ ഇമേജ് എവിടെ ഫോം ചെയ്തത്, ദർപ്പണത്തിന്റെ ഉള്ളിലാണ്. സെറ്റ് ആണോ? ദർപ്പണത്തിന്റെ ഉള്ളിൽ എങ്ങനെ ഇമേജ് ഫോം ചെയ്തത് എന്ന് മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു കാര്യമാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അത് കറക്റ്റ് വിശദീകരിച്ച് അവർ പറയാണ്. ജസ്റ്റ് ഈ ഒരു പിക്ചർ ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെറ്റ് അല്ലേ? അപ്പൊ നോക്ക്, നമുക്ക് വരുന്നത് പോലെ തോന്നില്ലേ ചെയ്യുന്നത്, അല്ലെ? ഒബ്ജക്റ്റ് ശരിക്കും എവിടെ നിൽക്കുന്നത്, നമുക്ക് കാണാനുള്ള ഒബ്ജക്റ്റ് ശരിക്കും ഇവിടെ നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ഇമേജ് എവിടെ കണ്ടത്, നമ്മൾ ഈ ഒരു ഭാഗത്താണ് കണ്ടത്. അപ്പൊ നമുക്ക് തോന്നല്ലേ, തോന്നുന്നതായത് കൊണ്ടാണ് ഇതിനെന്ത് വിളിക്കുന്നത്, മിഥ്യാപ്രതിബിംബം. ഇതെന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് സ്ക്രീനിലേക്ക് പതിപ്പിക്കാൻ പറ്റൂല. പിന്നെ അതേപോലെ ഇത് എന്തായിരിക്കും, എപ്പോഴും നിവർന്ന പ്രതിബിംബമായിരിക്കും. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മളെ തല കുത്തനുള്ളതാണ് നമ്മൾ കാണുന്നല്ലോ, നമ്മൾ നേരെ നിൽക്കുന്നതല്ലേ കാണുന്നത്. അതാണ് പറഞ്ഞിട്ടുള്ളത്. കൺസെപ്റ്റ് ഊന്നി മനസ്സിലാക്കി പഠിച്ചു പോരാ. സെറ്റാണല്ലോ? ഇനി അടുത്തതാണ് നമുക്ക് ആവർത്തന പ്രതിപതനം, പ്രതിബിംബ രൂപീകരണം. എങ്ങനെയാണ് ഒരു ആവർത്തന പ്രതിപതനം ഉണ്ടാവുന്നത്, ആവർത്തിച്ച് പ്രതിപതനം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആവർത്തന പ്രതിപതനം ഉണ്ടാവണമെന്ന് നോക്കാം. ഈ ഒരു സ്ക്രീനിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്,
രണ്ട് മിറേഴ്സ് ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഒറ്റൊരു മെഴുകുതിരിയാണ് കത്തിച്ച് വെച്ചിട്ടുള്ളത്. അതൊരു രണ്ട് മിറേഴ്സിൻ്റെ മുന്നിലാണ് വെക്കുന്നത്. പക്ഷെ ആ രണ്ട് മിറേഴ്സ് എന്താ, നേരെയാണ് കേട്ടോ. എങ്ങനെയാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, എങ്ങനെയാണ് നമുക്ക് ഒരുപാട് പ്രതിബിംബങ്ങൾ കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതിൽ രണ്ട് മിറേഴ്സ് കാണുന്നില്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വരച്ച് കാണിക്കാം. ഇവിടെ ഈ ഒരു സൈഡിലുള്ളത് ഇതൊരു മിററാണ്, പിന്നെ ഇതും എന്താണ്, ഒരു മിററാണ്. അപ്പോൾ രണ്ട് മിറർ ഞാൻ എന്ത് ചെയ്തു, 180 ഡിഗ്രിയിൽ വെച്ചു. 180 ഡിഗ്രിയിലാണ് ആ രണ്ട് മിറേഴ്സും വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചു. ഒരു പാത്രത്തിൽ ചെറിയൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, ഒരു ഇമേജ് കിട്ടിയല്ലേ ആ ഒരു മിററിൽ. ഒരൊറ്റൊരു ഇമേജ് അല്ലേ എനിക്ക് കിട്ടിയത്. എത്ര ഇമേജ് കിട്ടി, ഒരൊറ്റൊരു ഇമേജാണ് കിട്ടിയത്. എത്ര ഡിഗ്രിയിൽ വെച്ചപ്പം, 180 ഡിഗ്രിയിൽ ഞാൻ വെച്ചപ്പം. കണ്ടോ, രണ്ട് മിറേഴ്സ് ഒരുമിച്ച് വെച്ചതാണ്. അതാണ് നിങ്ങൾക്ക് കാണുന്നത്. കണ്ടില്ല, നടുവിലൊരു ബൗണ്ടറി പോലെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ഇമേജാണ് എനിക്ക് ആ ഒരു ഇതിൽ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതെന്താ, നമ്മളെ ഈ ഒരു മെഴുകുതിരിയിൽ നിന്നുള്ള പ്രകാശം എന്ത് ചെയ്തു, ആ ഒരു മിററിൽ തട്ടി നമ്മളെ കണ്ണിൽ പ്രതിപതിച്ചപ്പോഴാണ്, റിഫ്ലക്റ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ആ ഒരു ഇമേജ് കണ്ടത്. ഇനി ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇതിൻ്റെ ഇടയിലുള്ള കോണുകൾ മാറ്റുക. ജസ്റ്റ് എന്ത് ചെയ്തു, ആ 180 ഞാൻ കോണ് മാറ്റി. എന്താ മനസ്സിലായത്? ഇപ്പോൾ നോക്കൂ, ആ രണ്ട് കണ്ണാടിയും തമ്മിലുള്ള കോൺ എന്ത് ചെയ്തു, ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു. എത്ര ആക്കിയത്, ഞാൻ എന്ത് ചെയ്തു, 90 ഡിഗ്രി ആക്കി. എത്ര ഡിഗ്രി ആക്കി, 90 ഡിഗ്രി ആക്കിയിട്ടുണ്ട്. അവ തമ്മിലുള്ള കോണ് ജസ്റ്റ് ഒന്ന് ഞാൻ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ കോണ് അതിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്തു. ആ രണ്ട് ദർപ്പണങ്ങൾ കണ്ടോ, രണ്ട് ദർപ്പണമില്ലേ, അപ്പോൾ അത് തമ്മിലുള്ള കോണ് ഞാൻ ചേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി, ഒരൊറ്റൊരു ഒബ്ജക്റ്റ് ഞാൻ വെച്ചിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഇമേജസ് കണ്ണാടിയിൽ രണ്ട് ഇമേജസ് ഉണ്ട്. ഒരു കണ്ണാടിയിൽ ഒരു ഇമേജും മറ്റേ കണ്ണാടിയിൽ വേറൊരു ഇമേജും. പക്ഷേ ഞാൻ വെച്ചിട്ടുള്ളത് ഒരൊറ്റൊരു മെഴുകുതിരിയല്ല. എനിക്ക് എത്ര ഇമേജസാണ് കിട്ടിയത്, രണ്ട് ഇമേജസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം, കോണളവ് ചേഞ്ച് ചെയ്യുമ്പം ഇമേജസിൻ്റെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ആവുന്നുണ്ട്. ഒരു മെഴുകുതിരി നമ്മൾ കത്തിച്ച് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നുള്ള പ്രകാശം എന്ത് ചെയ്യും, ആദ്യം ഈ ഫസ്റ്റത്തെ ദർപ്പണത്തിൽ തട്ടും. എന്നിട്ട് അത് നമ്മളെ കണ്ണിലോട്ട് തിരിച്ചു വരും. പിന്നെ അതിൽ നിന്നുള്ള ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, ആ ദർപ്പണത്തിൽ നിന്നുള്ള ഇമേജിലെ പ്രകാശം എന്ത് ചെയ്യും, രണ്ടാമത്തെ ദർപ്പണത്തിലോട്ട് തട്ടിയിട്ട് അതും നമ്മളെ കണ്ണിലോട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ഫസ്റ്റ് ഇമേജിൻ്റെ പ്രൈമറി ഇമേജിൽ നിന്നുള്ള പ്രകാശം എന്ത് ചെയ്യും, രണ്ടാമത്തെ കണ്ണാടിയിലേക്ക് തട്ടുകയാണ്. അപ്പോൾ ഒന്നാമത്തേന്ന് രണ്ടാമത്തേക്ക് തട്ടുന്നു, അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മളെ കണ്ണിലോട്ട് വരുന്നു. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, രണ്ട് ഇമേജസ് കാണാൻ പറ്റുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ പ്രൈമറി ഇമേജ് പറയുമ്പോൾ ഫസ്റ്റത്തെ ഇമേജ്, അതിൽ നിന്നും പ്രകാശം എന്ത് ചെയ്യും, രണ്ടാമത്തെ കണ്ണാടിയിലേക്ക് തട്ടിയിട്ട് ദർപ്പണത്തിലോട്ട് തട്ടിയിട്ട് നമുക്ക് സെക്കൻഡറി ഇമേജും കിട്ടും. അങ്ങനെയാണ് ഇവിടെ എത്ര കിട്ടുന്നത്, രണ്ട് ഇമേജസ് ഫോം ആണ്. ഇനിയിപ്പോൾ ഞാൻ ഒന്നും കൂടി എന്ത് ചെയ്തു, ആംഗിൾ ചേഞ്ച് ചെയ്തു. വീണ്ടും എന്ത് ചെയ്തു, ഞാൻ ആംഗിൾ ചേഞ്ച് ചെയ്തു. ആ കണ്ണാടിൻ്റെ ആംഗിൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര ഇമേജ് കിട്ടി, 4 ഇമേജസ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കണ്ടോ, അപ്പം ആംഗിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇമേജസിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. പിന്നെ ആംഗിൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറയും ചെയ്യും. അപ്പം ആംഗിൾ ബിറ്റ്വീൻ ഈ ദർപ്പണം, ആംഗിൾ ബിറ്റ്വീൻ ടു മിറേഴ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ആംഗിൾസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇമേജസും കിട്ടും. അപ്പോൾ 1 2 3 4 ഇമേജസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ രണ്ട് മിറേഴ്സ് നമ്മൾ പാരലായിട്ട് വെക്കുകയാണ്, സമാന്തരമായിട്ട് വെക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഇമേജസ് കിട്ടും. ഇപ്പോൾ നോക്കൂ, ഈ ഒരു റേ ഡയഗ്രം നോക്കുക കേട്ടോ. ഞാനൊരു ഒബ്ജക്റ്റ് വെച്ചു. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിൽ നിന്നും, ആ ദർപ്പണമാണ് അവിടെ കാണിച്ചിട്ടുള്ളത്, രണ്ട് ദർപ്പണം 90 ഡിഗ്രിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിൽ നിന്നും പ്രകാശം ഒന്നാമത്തെ ദർപ്പണത്തിൽ തട്ടുന്നു. പിന്നെ അതിൽ നിന്നുള്ള ഇമേജിലെ പ്രകാശം രണ്ടാമത്തേലും തിരിച്ച് നമ്മളെ കണ്ണിലോട്ടാണ് തട്ടുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ രണ്ട് ഇമേജസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ഒരുപാട് ഇമേജസ് കാണാൻ കാരണം എന്താ, ഇതിൽ നിന്നും ഒരുപാട് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അതാണ് ഇത്രയും ഇമേജസ്, നല്ല ഭംഗിയായിട്ടുള്ള ഇത്രയും ഇമേജസ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഒരു ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് നമ്മളെ കാലിഡോസ്കോപ്പിലും പെരിസ്കോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നത്. കാലിഡോസ്കോപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, വളപ്പൊട്ടുകളൊക്കെ നമ്മൾ ഇട്ടിട്ട്. അപ്പോൾ ഇവിടെ എന്താ ഏജസ്, ഇപ്പോൾ 120 ഡിഗ്രിയിൽ ഇത് വെച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1 2 3, നമുക്ക് 120 ഡിഗ്രിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മിറേഴ്സ് വെക്കാൻ പറ്റും. അപ്പോൾ 120 വെച്ചപ്പോൾ നമുക്ക് 1 2 3 4 ഇമേജസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്താ, നമ്മൾ ഈ ഒരു ആംഗിൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഇമേജസിൻ്റെ എണ്ണവും മാറും. അത് ഓർത്തിരിക്കുക കേട്ടോ. സെറ്റാണല്ലോ.
ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് എത്ര ഇമേജസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് 360. നമുക്കിപ്പോൾ ഒരു ആംഗിൾ ചേഞ്ച് ചെയ്യുമ്പം എത്ര ഇമേജാണ് നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല, കുറേ ആംഗിൾ പറയുമ്പോൾ. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, 360 ഡിവൈഡഡ് ബൈ 180. 180 ഇവിടെ എന്ത് ചെയ്യുന്നത് ആംഗിൾ എന്നുള്ളത്. അപ്പോൾ അതിന് രണ്ടിനും വെട്ടുക നമ്മൾ, 360നെ 180 കൊണ്ട് വെട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 36 2 118 ഉള്ളത്. അപ്പോൾ 2 എന്ന് കിട്ടും. ആ 2ന് എന്ത് ചെയ്യുക, നമ്മൾ 2 മൈനസ് 1 ചെയ്യുക. അതായത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് 360 ഒരു ഇക്വേഷനാണ്, എത്ര ഇമേജസ് ഫോം ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 360. ടോട്ടൽ എത്രയാണ്, 360 അല്ലേ. ഒരു സർക്കിൾ വരയ്ക്കുമ്പം അതിൻ്റെ ടോട്ടൽ ആംഗിൾ 360. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക, എത്ര ആംഗിളാണോ നമുക്ക് വേണ്ടത്. ഇപ്പോൾ 120 വെക്കുന്നതെന്നുണ്ടെങ്കിൽ 360 ബൈ 120. 180 ആണെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചത് എങ്ങനെയെന്നുള്ളത്. അപ്പം നമ്പർ ഓഫ് ഇമേജസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അതായത് n എന്ന് പറയും, നമ്പർ ഓഫ് ഇമേജസ് n. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ n ഈക്വൽ ടു എത്രയാണ്, ടോട്ടൽ നമ്മൾ 360 എടുക്കുക. ആ 360 ഡിവൈഡഡ് ബൈ എത്രയാണോ തീറ്റ. തീറ്റ മീൻസ് ആംഗിൾ. നമ്മൾ ഏത് ആംഗിളാണോ എടുക്കുന്നത് അതിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത്. തീറ്റ മീൻസ് എന്താണ്, ആംഗിൾ ബിറ്റ്വീൻ ടു മിറേഴ്സ്. ആംഗിൾ ബിറ്റ്വീൻ ടു മിറേഴ്സ് -1. ഇതാണ് ഇക്വേഷൻ. n ഈക്വൽ ടു 360 ബൈ തീറ്റ മൈനസ് 1. n ഈക്വൽ ടു 360 ബൈ തീറ്റ മൈനസ് 1. ഈ തീറ്റ എന്ന് പറയുന്നത് എന്താ, അവർക്ക് തമ്മിലിടയിലുള്ള ആംഗിൾ എത്രയെന്ന്. ആംഗിൾ നമുക്ക് അറിയാലോ, അത് നമ്മൾ യൂസ് ചെയ്യുക. എന്നിട്ട് ആ ആംഗിൾ ഇവിടെ കൊടുക്കുക, ഈ തീറ്റൻ്റെ അവിടെ ആ ആംഗിൾ കൊടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു മിനിറ്റ്, നിങ്ങൾക്ക് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എക്സാമ്പിൾ എന്താ വെച്ചാൽ, ഇപ്പോൾ 180 ഞാൻ വെക്കുന്നുണ്ടെങ്കിൽ 360 ബൈ 180. 360 ബൈ 180 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് 2 എന്ന് കിട്ടും. കാരണം 360 180 2 പ്രാവശ്യമാണ്. അപ്പോൾ ആ 2ൽ നിന്നും 1 മൈനസ് ചെയ്യുക. അപ്പോൾ 2 മൈനസ് 1 എത്ര ഇക്കരം, 2 മൈനസ് 1 എന്ന് പറയുന്നത് 1 ഇക്കരം. അപ്പോൾ 180 വെക്കുമ്പോൾ നമുക്ക് ഒരൊറ്റ ഇമേജാണ് കിട്ടുന്നത്. നേരത്തെ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു പിക്ചറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ എല്ലാവരും ഒന്ന് എഴുതിയെടുക്കുക. n ഈക്വൽ ടു 360 ഡിഗ്രി ബൈ തീറ്റ മൈനസ് 1. ഇനിയിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ 120 എടുക്കുക. 120 എടുക്കുമ്പോൾ നമുക്ക് എത്ര ഇമേജസാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ. 2 ഇമേജസാണ് 120 എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു പിക്ചർ ഉണ്ടോ, 120 ഡിഗ്രി എടുക്കുമ്പോൾ ഈ ഒരു പിക്ചർ കാണില്ല ഒരു സൈഡിൽ. അപ്പോൾ 120 ഞാനൊരു ഒബ്ജക്റ്റ് വെക്കുമ്പം എനിക്ക് ഇമേജസ് എത്ര ആയിട്ടാണ് കിട്ടുന്നത്, 2 ആയിട്ടാണ് കിട്ടുന്നത്. അതെങ്ങനെ കിട്ടുക, 360 ഡിവൈഡഡ് ബൈ 120 മൈനസ് 1. ഇപ്പോൾ 360ഉം 120ഉം വെട്ടിയാൽ നമുക്ക് എത്ര കിട്ടും, 0 0 നമ്മൾ കിട്ടി. പിന്നെ 36ൻ്റെ പകുതി അറിയുമ്പോൾ 18ആണ്. 12ൻ്റെ പകുതി അറിയുമ്പോൾ 6ആണ്. പിന്നെ നമുക്ക് നേരിട്ട് തന്നെ കാണാൻ പറ്റും 18ൽ 36ൽ എത്ര 6 ഉണ്ടോ 12 ഉണ്ടോ നോക്കിയാൽ മതി. എത്രയാണ്, അത് 2ആണ് അല്ലേ, 3ആണ്. 3 6 18 എന്നല്ലേ, 3 6 18. ഇപ്പോൾ 3 മൈനസ് 1 എന്ന് പറയുന്നത് എത്രയാണ്, 2ആണ്. അല്ലെങ്കിൽ 360ൽ എത്ര 120 ഉണ്ടോ നോക്കിയാൽ തന്നെ നമുക്കറിയാം 3 120 ആണ് 360. അപ്പം 3 മൈനസ് 1 2 ഇമേജസ് നമുക്ക് ഫോം ചെയ്തല്ലോ. അപ്പം അത് ഓർത്തിരിക്കും. അങ്ങനെയാണ് ആ ഒരു കണക്ക് ചെയ്യുന്നത്. ആ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ 120 എടുക്കുമ്പോൾ നമുക്ക് എത്ര ഇമേജ് കിട്ടി, ഇവിടെ 2 ഇമേജസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആംഗിൾസ് ഇങ്ങനെ ചേഞ്ച് ചെയ്താൽ നമുക്ക് ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള ഇങ്ങനത്തെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ കാലിഡോസ്കോപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. കാലിഡോസ്കോപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ചെറിയ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. 3 മിറേഴ്സ് നമ്മൾ ഒരുമിച്ച് വെക്കും ത്രികോണാകൃതിയിൽ. അപ്പോൾ അതിലേക്ക് വളപ്പൊട്ടുകൾ ഇടുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു നല്ല മനോഹരമായിട്ടുള്ള പിക്ചേഴ്സ് കിട്ടും അല്ലേ. കാലിഡോസ്കോപ്പിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾസ് ചേഞ്ച് ചെയ്ത് അങ്ങനെ ഒരുപാട് മിറേഴ്സ് നമുക്ക് ഒരുപാട് പിക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല മനോഹരമായിട്ടുള്ള കാലിഡോസ്കോപ്പ്. ഈ കാലിഡോസ്കോപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, കാലിഡോസ്കോപ്പ് നമ്മൾ ഡിസൈനേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡിസൈനേഴ്സ് കാലിഡോസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനെ മനോഹരമായിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ഡിസൈനേഴ്സ് എന്ത് ചെയ്യും, കാലിഡോസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാലിഡോസ്കോപ്പ് ഈസ് യൂസ്ഡ് ബൈ ഫാബ്രിക് ആൻഡ് കാർപ്പറ്റ് ഡിസൈനേഴ്സ്. കാർപ്പറ്റ് ഡിസൈനേഴ്സും ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കാലിഡോസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പാരലായിട്ട് കണ്ടോ, നമ്മൾ ജ്വല്ലറിയിലൊക്കെ കാണുന്നില്ലേ, ഒരു ഭിത്തിയിൽ ഒരു മിററും അപ്പുറത്തെ ഭിത്തിയിൽ വേറൊരു മിററും. ഇവിടെ അതിൻ്റെ സെൻറ്ററിൽ ജ്വല്ലറീസ് വെക്കുമ്പോൾ എന്താ ഒരുപാട് ഇങ്ങനെ നിരന്തരം
ഇമേജസ് നമുക്ക് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം എന്താ, അവയ്ക്കിടയിലുള്ള കോണ് സമാന്തരമായിട്ട് വെച്ചതുകൊണ്ടാണ് അങ്ങനെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ രണ്ട് മിറേഴ്സ് സമാന്തരമായിട്ട് വെക്കുമ്പോൾ എന്നാൽ ഒരുപാട് ഇൻഫിനിറ്റി നമ്പേഴ്സ് ഓഫ് ഇമേജസ് ഫോം ചെയ്യും. ഇതാണ് ജ്വല്ലറീസിലൊക്കെ കാണുന്നത്. കുറച്ച് ഓർണമെൻറ്റ്സ് ഉള്ളെങ്കിൽ നമുക്ക് എന്താണ് ഒരുപാട് ഓർണമെൻറ്റ്സ് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം എന്താ, അത് സമാന്തരമായിട്ടാണ് നമ്മുടെ പാരലലായിട്ടാണ് അവരാരും മിറേഴ്സിനെ വെച്ചിട്ടുള്ളത്. മനസ്സിലായോ? രണ്ട് ഭാഗത്തായിട്ടാണ് മിറേഴ്സ് വെച്ചിട്ടുള്ളത്, ഒരു ഭിത്തിയിലും അപ്പുറത്തെ ഭിത്തിയിലും. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ എന്ത് ചെയ്യും, ഇവർ ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണ്. അപ്പോൾ ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, ഒരുപാടുള്ളതായിട്ട് നമുക്ക് തോന്നും. കാരണം എന്താ, മറ്റേ അപ്പുറത്തുള്ള കണ്ണാടിയിൽ നിന്നും ഒരുപാട് റിഫ്ലക്ഷൻ ഇതിലേക്ക് വരും, ഇതിൽ നിന്നുള്ള റിഫ്ലക്ഷൻ അതിലേക്ക് പോകും. അങ്ങനെ ഒരുപാട് പാരലലായിട്ട് വെക്കുമ്പം എന്താ, ഒരുപാട് ഇമേജസ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ മനസ്സിലായല്ലോ. പിന്നെ ഈ ചെറിയൊരു പിക്ചറും കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ 120 വെച്ചപ്പോൾ നമുക്ക് 2 കിട്ടിയത്. അതൊന്നും കൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്ക് കാണിച്ചു തന്നതാണ്. പിന്നെ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു 360/θ-1 120 കിട്ടും. അപ്പോൾ എത്ര, 3 - 1 2 കിട്ടും. അപ്പോൾ 2 ഇമേജസ് ആർ ഫോംഡ്. പിന്നെ അതിൻ്റെ റേ ഡയഗ്രം നമുക്ക് നോക്കാം. ഞാനൊരു റേ വരക്കാണ്. 2 ഇമേജസ് എന്താണ് 120 ഡിഗ്രിയിൽ വെച്ചിട്ടുണ്ട്, 2 മിറേഴ്സ്. അതാണ് ആ 2 മിറേഴ്സാണ് ഞാൻ വെച്ചിട്ടുള്ളത് 120 ഡിഗ്രിയിൽ വെച്ചെന്നുള്ളത് റേ ഡയഗ്രം. ഒരു ഒബ്ജക്റ്റ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ആ ഒബ്ജക്റ്റിൽ നിന്നുള്ള പ്രകാശം എന്ത് ചെയ്യുകയാണ്, ഇങ്ങോട്ട് ഈ ഫസ്റ്റത്തെ മിററിലോട്ട് തട്ടും. എന്നിട്ട് എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും. ഏത് രീതിയിൽ, നമ്മളെ പ്രതിപതന നിയമം അനുസരിച്ച് എന്ത് ചെയ്യും, അത് റിഫ്ലക്റ്റ് ചെയ്യും. 2 പ്രകാശരശ്മികൾ ഇതിൽ വീഴുന്നുണ്ട്. അപ്പോൾ ഇവർ റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മളെ കണ്ണിലോട്ട് പതിക്കുകയാണ്. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ഞാൻ വരക്കുന്നത്. ആദ്യം ഞാൻ പെർപെൻഡിക്കുലറായിട്ട് ഒരു ലംബം വരച്ചു, ബി എന്ന പോയിന്റിന് ഒരു പെർപെൻഡിക്കുലർ ലംബം വരച്ചു, അത് റിഫ്ലക്റ്റ് ചെയ്തു അല്ലേ, റിഫ്ലക്റ്റ് ചെയ്ത് അല്ലേ. OB എന്നുള്ള ആ ഒരു റൈസ് വന്നു, അതെന്ത് ചെയ്തു, BC എന്നുള്ള റൈസിലൂടെ അത് തിരിച്ചു പോയി. അപ്പോൾ നമ്മളെ കണ്ണിൽ പറ്റി. പിന്നെ അതേപോലെ തന്നെ ഈ ഏലും എന്ത് ചെയ്യുന്നുണ്ട്, അത് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ, ബാക്കിലോട്ട് ഇതിങ്ങനെ യോജിപ്പിക്കുമ്പോൾ ഇത് എവിടെ നിന്നോ വരുന്ന പോലെ നമുക്ക് തോന്നുക. നമ്മളെ കണ്ണിലൂടെ നമ്മൾ കാണുമ്പോൾ ഇത് എവിടെ നിന്നോ വരുന്ന പോലെയാണ് തോന്നുക. അപ്പോൾ ബാക്കിലോട്ട് യോജിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുക, ബാക്കിൽ നിന്നാണ്, ഈ മിററിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ഒരു പ്രകാശരശ്മികൾ വരുന്നത് പോലെ നമുക്ക് തോന്നുക. അപ്പോൾ എന്താ, ഈ മിററിൻ്റെ ബാക്കിൽ ഒരു ഇമേജ് കണ്ടോ, ആ ഒരു പോയിന്റ് ഇമേജ് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് അതിനെ മിഥ്യാപ്രതിബിംബം എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ മറ്റേ മിററിലേക്ക് എന്ത് ചെയ്യും, പ്രകാശരശ്മി തട്ടും, അത് തിരിച്ച് കണ്ണിലോട്ട് പതിക്കും അല്ലേ. അത് എന്ത് ചെയ്യും, നമ്മളെ കണ്ണിലോട്ട് പതിക്കും. അത് നമുക്ക് എന്ത് മനസ്സിലാവുക, അത് ബാക്കിൽ നിന്ന് ഈ ഒരു മിററിൻ്റെ നമുക്ക് ആ ഒരു റേ വരുന്നതായിട്ട് തോന്നും, മിററിൻ്റെ ഉള്ളിൽ നിന്ന് റേ വരുന്നതായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ടൊന്ന് വരച്ച് നോക്കുകയാണ്. ബാക്കിലോട്ട് ഇങ്ങനെ യോജിപ്പിക്കും. കാരണം നമുക്കിത് ഇതിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ വരുന്ന പോലെ തോന്നുക. അപ്പോൾ നമ്മൾ യോജിപ്പിക്കും. അപ്പോൾ അത് അവിടെ ഒരു പോയിന്റ് നമുക്ക് കിട്ടും. അപ്പോൾ എന്താ, അവിടെ നിന്നാണ് ഇമേജ് ഫോം ചെയ്തത്, അവിടെ നിന്നാണ് ഇമേജ് ഫോം ചെയ്തതെന്ന് മനസ്സിലാവും. അപ്പോൾ 2 ഇമേജസ് നമ്മൾ കണ്ണിൽ കാണും. അങ്ങനെയാണ് ഒബ്ജക്റ്റ് O1ഉം O2ഉം ഉണ്ടാവുന്നത്. മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെയാണ് ഇമേജ് ഫോർമേഷൻ ഉണ്ടാവുന്നത്. സെറ്റല്ലേ. അപ്പോൾ ആവർത്തന പ്രതിപതനം എങ്ങനെയെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചു തന്ന അതേ പിക്ചർ തന്നെയാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു പിക്ചറും കൂടി ഒന്ന് നോക്കുക. ഇതിലെന്താ പറയുന്നത്, നമ്മളെ ഫസ്റ്റ് ഇവിടെ ഉണ്ട്, കണ്ണിൽ നിന്ന് നമ്മൾ നോക്കുന്നതാണ് പറയുന്നത്. കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ആ ഒരു ഇതാണ് പറയുന്നത്. കാരണം ഈ കണ്ണാടിയിലേക്ക്, ഈ ഒരു ദർപ്പണത്തിലേക്ക് വസ്തുവിൽ നിന്നും ഒരുപാട് പ്രകാശകിരണങ്ങൾ വരുന്നുണ്ട്. അത് തിരിച്ച് കണ്ണിലോട്ട് പതിക്കുന്നുണ്ട്. പക്ഷെ തിരിച്ച് കണ്ണിലോട്ട് പതിക്കുമ്പോൾ ആ റേസ് ഈ ഒരു ദർപ്പണത്തിൻ്റെ പിന്നിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമ്മളിങ്ങനെ യോജിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു പോയിന്റ് ഫോം ചെയ്യുന്നതായിട്ട് തോന്നും. അതായത് ഒരു ഇമേജ് ഫോം ചെയ്യുന്നതായിട്ട് തോന്നും. അതാണ് ഞാൻ ഓരോ റേസിൽ നിന്നും ബാക്കിലോട്ട് വരക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രതിബിംബം നമുക്ക് കിട്ടി. അങ്ങനെ എല്ലാ റേസും ബാക്കിൽ നിന്ന് മിററിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നുക. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ എന്താണ്, നമുക്ക് ഇമേജ് ഫോം ചെയ്തതായിട്ട് തോന്നും. അതാണ്. അല്ലാതെ ശരിക്കും അവിടെ എന്തില്ല, അവിടെ അതേപോലത്തെ ഒബ്ജക്റ്റ് ഉണ്ടോ, ഇല്ല അല്ലേ. ഒബ്ജക്റ്റ് ശരിക്കില്ലല്ലോ, ഒരൊറ്റൊരു ഒബ്ജക്റ്റേ ഉള്ളൂ. അതിൽ നിന്നുള്ള പ്രതിബിംബങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അത് നമ്മൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഒരുപാട് ഇമേജസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഇതാണ് ആവർത്തന പ്രതിപതനം. സെറ്റല്ലേ. ഇപ്പോൾ ഇമേജസ് എത്ര ഉണ്ടാവണത്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയാലോ. ഇത്രയും കാര്യങ്ങൾ സെറ്റായെന്ന് വിചാരിക്കുന്നു. പിന്നെ അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ഫില്ല് ചെയ്യുക. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് നോക്കുക കേട്ടോ. ആ ഒരു ബോക്സിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു 360/θ-1 എന്നുള്ള ആ ഒരു ഇക്വേഷനിൽ ഇട്ടെടുത്തിട്ട് ആ ഒരു ഇത് നോക്കുക കേട്ടോ. അപ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കിട്ടാനുള്ള ഇക്വേഷനാണ് 360/θ-1.
ഇനി നമുക്ക് ദർപ്പണങ്ങളുടെ വീക്ഷണ വിസ്തൃതിയും പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എങ്ങനെയെന്നും പഠിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബോക്സ് ഉണ്ട് നമ്മൾ ഈ ഒരു 10ാം ക്ലാസ്സിലെ ഒരു ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് ഞാൻ 8ാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് എടുത്തന്നതാണ്. അത് കറക്റ്റ് നോക്കുക. ഈ ഒരു ബോക്സ് ഞാൻ 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ ഉണ്ട്. 8ാം ക്ലാസ്സിൽ നമ്മളെ പ്രകാശീയ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ നിന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ നമ്മൾ എടുത്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അത് ഉറപ്പായിട്ട് എല്ലാവരും കാണണം. കാരണം ഈ ഒരു ബോക്സിലെ കാര്യങ്ങൾ നമ്മൾ അത്രയും വിശദീകരിച്ച് ഓരോ എക്സ്പെരിമെൻറ്റും കാണിച്ച് തന്ന് വരച്ച് കാണിച്ച് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ അത് വീണ്ടും ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് അത്രയും നിങ്ങൾക്കും ഒന്നും കൂടി കേട്ട കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇതുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഓൾറെഡി അത് ചെയ്തതാണല്ലോ. അപ്പോൾ ഒരുപാട് ടൈം എടുത്ത് ചെയ്തൊരു സംഭവമാണ്. അത് നിങ്ങൾ പോയിട്ട് കാണണം. ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ പോയി കണ്ടാലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്തോട്ട് വരിക കേട്ടോ. കാരണം ഇത് നമ്മൾ അതിൽ കറക്റ്റ് പറഞ്ഞതാണ്. ആ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുമുണ്ട് 10ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, അന്നേരം ഇത് പറയൂല എന്നുള്ളത്. അതുകൊണ്ട് അത് കണ്ടിട്ട് നിങ്ങൾ വരിക. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താ, നമ്മൾ കോൺകേവ് ദർപ്പണം ഉപയോഗിച്ചിട്ട് എന്താണ് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്. ആ ഒരു എക്സ്പെരിമെൻറ്റിൽ ഇവരുടെ സ്ഥാനവും കാര്യങ്ങളൊക്കെ, അതായത് ഇമേജസിൻ്റെ സ്ഥാനമൊക്കെ എവിടെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ വളരെ അകലെ വെക്കുമ്പോൾ ഞാൻ എന്താ വിശദീകരിച്ച് പറയുന്നില്ല, അതിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇതൊന്ന് പൂരിപ്പിച്ച് തരാം, നിങ്ങളത് പോയി കാണണം. വളരെ അകലെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇമേജ് എവിടെ വെക്കുക കാണുക. വളരെ അകലെ എന്ന് പറയുമ്പോൾ ഫാറ് പറയാൻ പറഞ്ഞു. അപ്പോൾ ഫാറാകുമ്പോൾ എവിടെ കിട്ടുക, ഫോക്കസ്. ആ ഒരു ചാപ്റ്റർ കണ്ടവർക്ക് ഇത് പെട്ടെന്ന് കത്തുണ്ടാവും. അപ്പോൾ ഫോക്കസിലാണ് നമുക്ക് പ്രതിബിംബത്തിൻ്റെ സ്ഥാനം കിട്ടുക. അതേപോലെ സിക്ക് അപ്പുറം വെക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ കിട്ടുക, സിക്ക് അപ്പുറം കിട്ടുകയാണെങ്കിൽ സിക്കും എഫിനും ഇടയിലാണ് നമുക്ക് എന്ത് കിട്ടുക, പ്രതിബിംബം കിട്ടുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് സിക്ക് അപ്പുറമാണെങ്കിൽ സിക്കും എഫിനും ഇടയിൽ. സിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് സിയിൽ തന്നെ പ്രതിബിംബം കിട്ടും. സിക്കും എഫിനും ഇടയിലാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടും, സിക്ക് അപ്പുറം കിട്ടും അല്ലേ. ഇതിങ്ങനെ അല്ലെങ്കിൽ ഇതിനുള്ളൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതിന് 1 കൊടുക്കുക, ഒന്നാമത്തേന് 1 കൊടുക്കുക, ഒന്നാമത്തേന് 1, രണ്ടാമത്തേന് 2 കൊടുക്കുക, 3, 4, 5 ഇങ്ങനെ കൊടുക്കുക. അപ്പം ഇങ്ങനെ കൊടുത്താൽ ഇനി അപ്പുറത്ത് കാണണമെങ്കിൽ, അതായത് ഈ ഒരു ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക അറിയോ, 5 ഇങ്ങനെ അടിക്ക് ഇങ്ങനെ എഴുതുക. 5, 4, 3, 5, 4, 3, 2, 1 ആൻസറായി. മനസ്സിലായോ? കാരണം വളരെ അകലെ വെക്കുകയാണെങ്കിൽ ഇവിടെ എന്താ 5 എന്നല്ല പറഞ്ഞാൽ, അപ്പോൾ 5ാമത്തെ ഇവിടെ ഏതാ വരുന്നത്, എഫിൽ. അപ്പോൾ ആൻസർ എഫിൽ. സിക്ക് അപ്പുറമാണെങ്കിൽ 4 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 4 എവിടെ, 4 ഇതല്ലേ. സിക്ക് അപ്പുറമാണെങ്കിൽ സിക്കും എഫിനും ഇടയിൽ, സെറ്റ് അല്ലേ. പിന്നെ സിയിലാണെങ്കിൽ എന്താ, സിയിൽ നമ്മൾ 3 എന്ന് എഴുതി. അപ്പോൾ 3 എവിടെ, സിയിലാണെങ്കിൽ സിയിൽ തന്നെയാണ്. പിന്നെ നോക്കി, സിക്കും എഫിനും ഇടയിലാണെങ്കിൽ 2 എന്നാണ് കൊടുത്തത്. അപ്പോൾ രണ്ടാമത്തെ ഏതാ, രണ്ടാമത്തെ കൊള്ളിൽ വരുന്നത് സിക്ക് അപ്പുറം എന്നാണ്. അപ്പോൾ കിട്ടി. പിന്നെ എഫിലാണെങ്കിൽ എന്താ 1 നമ്മൾ കൊടുത്തത്. അപ്പോൾ 1 ഏതാ വരുന്നത്, വളരെ അകലെ. അപ്പോൾ ഇവിടെ ആൻസർ എന്താ, വളരെ അകലെ. മനസ്സിലായോ? അപ്പോൾ താഴത്തുനിന്ന് മോൾക്ക് എഴുതിയാൽ മതി കേട്ടോ, അത് കറക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അതിനുള്ളൊരു ട്രിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു പെട്ടിക്കോളം ഇത് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഇതിലെന്തൊക്കെയാണ്, സമതല ദർപ്പണത്തിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, പ്രയോജനപ്പെടുത്തുന്ന എന്തിനാണ്, ഇതിൻ്റെ നിഗമനങ്ങൾ എന്തൊക്കെയാണ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്, കോൺവെക്സ് ദർപ്പണത്തിൻ്റെ എന്താ, കോൺകേവ് ദർപ്പണത്തിൻ്റെ എന്ത്, അതൊക്കെയാണ് ഇത് പറയുന്നത് കേട്ടോ. കോൺകേവ് ദർപ്പണം. അപ്പോൾ ഇവരുടെ പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കോൺകേവ് ദർപ്പണത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതാണ് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ കോൺവെക്സ് ദർപ്പണത്തിൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ നോക്കിയാലോ. ഇതാണ് ആ ഒരു ബോക്സ്. നമ്മൾ നോട്ടിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാണ്. ആ ബോക്സ് SCRT നമുക്ക് ഫില്ല് ചെയ്യാണ്ട്, ഇപ്പോൾ ഫില്ല് ചെയ്തിട്ടുള്ളത് പറഞ്ഞു തരാണ്. സമതല ദർപ്പണമാകുമ്പോൾ എന്തൊക്കെയാണ്, ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിന് തുല്യമായിരിക്കും എന്ത്, ദർപ്പണത്തിലേക്കുള്ള വസ്തുവിന് പ്രതിബിംബം രൂപപ്പെടുന്നത്. അതായത് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മളിപ്പോൾ സാധാ ഒരു ദർപ്പണത്തിൽ നമ്മളെ മുഖം നോക്കുകയാണെങ്കിൽ എന്താ, നമ്മളിങ്ങനെ അടുത്തോട്ട് വരുന്നതിനനുസരിച്ച് ആ ഒരു കണ്ണാടിയിലുള്ള ആ ഒരു പ്രതിബിംബം അടുത്തോട്ട് വരുന്നതായിട്ട് തോന്നാറില്ലേ. അപ്പോൾ എന്താണ് നോക്കി, ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിന് തുല്യമായി ദർപ്പണത്തിന് പിന്നിലായും പ്രതിബിംബം രൂപപ്പെടുന്നുണ്ട്. കറക്റ്റ് അല്ലേ. പിന്നെ പ്രതിബിംബം എന്തൊക്കെയാ, മിഥ്യയായിരിക്കും, കാരണം സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല. പിന്നെ നിവർന്നതും വസ്തുവിൻ്റെ അതേ വലുപ്പത്തിലായിരിക്കും, നമ്മൾ അതേ വലുപ്പമല്ല ഉണ്ടാവുക. ഓക്കെ. പിന്നെ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സമതല ദർപ്പണം മുഖം നോക്കുന്നതിനാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് കോൺവെക്സ് ദർപ്പണം. കോൺവെക്സ് ദർപ്പണം നോക്കി,
പ്രതിബിംബം എപ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപപ്പെടും. അത് ഞാൻ 8ാം ക്ലാസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലാണ്, അതുകൊണ്ടാണ് അത് കണ്ടിട്ട് വരാൻ പറഞ്ഞത്. പിന്നെ പ്രതിബിംബം എപ്പോഴും ചെറുതും മിഥ്യയും നിവർന്നതുമായിരിക്കും. നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റിയർ വ്യൂ മിററായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കോൺകേവ് ദർപ്പണം വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നതാണ് കോൺകേവ് ദർപ്പണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ഷേവിങ് മിററായിട്ട് യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താ, നമ്മളെ മുഖത്തെ പാടുകളൊക്കെ കറക്റ്റ് കാണാനും മുഖത്തെ ഓരോ ഭാഗവും കറക്റ്റ് കാണാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് കോൺകേവ് ദർപ്പണം നമ്മൾ എന്താ ചെയ്യുന്നത്? ഷേവിങ് മിററായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കോൺകേവ് ദർപ്പണം എന്തിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? മുഖ്യ ഫോക്കസിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശരശ്മികളെ സമാന്തരമായ അകലത്തേക്ക് പ്രതിഫലിപ്പിക്കാനുള്ള കഴിവാർക്കുണ്ട്, കോൺകേവ് ദർപ്പണത്തിനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഹെഡ്ലൈറ്റ്, ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഹെഡ്ലൈറ്റിലും ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിലും. കാരണം എന്താ, ഹെഡ്ലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറേ ദൂരം പ്രകാശരശ്മികൾ എത്തണം. അപ്പോൾ കോൺകേവ് ദർപ്പണം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ദൂരം എന്ത് ചെയ്യും? പ്രകാശരശ്മികൾ സമാന്തരമായി അകലത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഹെഡ്ലൈറ്റിലും ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിലൊക്കെ കോൺകേവ് ദർപ്പണമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് കോൺകേവ് ദർപ്പണത്തിൻ്റെ വേറൊരു യൂസ് എന്ന് പറഞ്ഞാൽ മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളുടെ വളരെ വലുപ്പത്തിലും നിവർന്നതുമായ പ്രതിബിംബം രൂപീകരിക്കും. അതായത് മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലാണ് എന്താണ് പ്രതിബിംബം കാണുക. അതന്നെ നല്ല വലുതായിരിക്കും, പിന്നെ അതേപോലെ തന്നെ നിവർന്നതുമായിരിക്കും. അതുകൊണ്ട് തന്നെ ദന്ത ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ENT ഡോക്ടേഴ്സും ദന്ത ഡോക്ടേഴ്സും ഒക്കെ കോൺകേവ് ദർപ്പണം യൂസ് ചെയ്യുന്നുണ്ട്. കാരണം വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ? അപ്പം ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തിയാണ് എന്ത്? വീക്ഷണ വിസ്തൃതി. മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ ഞാനൊരു കോൺകേവ് ദർപ്പണം യൂസ് ചെയ്യണം. അപ്പോൾ എനിക്ക് എന്താ, എൻ്റെ വീടിൻ്റെ ഉള്ളിലെ ഏകദേശം എല്ലാ കാര്യങ്ങളും എനിക്ക് അത് ദർപ്പണത്തിലൂടെ റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയാൻ പറ്റും? അതിൽ നല്ല വീക്ഷണ വിസ്തൃതി ഉണ്ട്. അല്ലെങ്കിൽ ഒരു വസ്തുവിനെ മാത്രം കാണാൻ പറ്റണമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന് തീരെ വീക്ഷണ വിസ്തൃതി ഇല്ലാതെ. അതായത് ആ ഒരു ദർപ്പണത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന മാക്സിമം ഇമേജസിൻ്റെ ഇതാണ് എന്ത്? അതിൻ്റെ വീക്ഷണ വിസ്തൃതി. ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തിയാണ് ഇത് വീക്ഷണ വിസ്തൃതി, അതല്ലെങ്കിൽ ഫീൽഡ് ഓഫ് വ്യൂ. ആ വ്യൂവിൻ്റെ വീക്ഷണ വിസ്തൃതി. ഓരോ ദർപ്പണവും അവയുടെ ആകൃതിയിലും രൂപപ്പെടുത്തുന്ന പ്രതിബിംബങ്ങളുടെ സ്വഭാവ സവിശേഷതകളിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് പോലെ വീക്ഷണ വിസ്തൃതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യസ്തപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ എന്താ പറയുക, റിവർ വ്യൂ മിററായിട്ട് യൂസ് ചെയ്യുന്നത് കോൺകേവ് ദർപ്പണത്തെക്കാളും കൂടുതൽ എന്താണ്? കോൺവെക്സ് ദർപ്പണമാണ് യൂസ് ചെയ്യുന്നത്. കോൺകേവ് അല്ല യൂസ് ചെയ്യുന്നത്, കോൺവെക്സാണ്. കാരണം എന്താ വെച്ചാൽ ഈ കോൺവെക്സിന് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് രൂപങ്ങൾ, അതായത് ഒരുപാട് വീക്ഷണ വിസ്തൃതി ഉണ്ട്. അതുകൊണ്ടാണ് റിയർ വ്യൂ മിററായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കോൺവെക്സ് ദർപ്പണം യൂസ് ചെയ്യുന്നത്. നമ്മളെ ഈ വാഹനങ്ങളിലൊക്കെ സൈഡിൽ എന്താണ്? കോൺവെക്സ് മിററാണ് യൂസ് ചെയ്യുന്നത്. കാരണം കോൺവെക്സ് മിററിന് നല്ല വീക്ഷണ വിസ്തൃതി ഉണ്ട്. കാരണം കോൺകേവ് ദർപ്പണം ആകുമ്പോൾ നല്ല വലുതാക്കി കാണും, അതുകൊണ്ട് വീക്ഷണ വിസ്തൃതി കുറവാണ്. കോൺവെക്സ് ആകുമ്പോൾ എന്താ? ചെറുതായിയാണ് കാണുക, ചെറുതാക്കിയിട്ടാണ് കാണുക. അതുകൊണ്ട് തന്നെ എന്താണ്? ഒരുപാട് പ്രതിബിംബങ്ങൾ അതിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് കോൺവെക്സ് ദർപ്പണത്തിനാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? അപ്പം കോൺകേവ് ദർപ്പണം മുഖ്യ ഫോക്കസിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശരശ്മികളെ സമാന്തരമായി അകലത്തിലേക്ക് എന്തുണ്ട്? പ്രതിഫലിപ്പിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം എന്ത് ചെയ്യും? ഒരുപാട് രശ്മികൾ എന്ത് ചെയ്യാൻ പറ്റും? സമാന്തരമായിട്ട്, അതായത് വിട്ടുള്ള ഭാഗത്തോട്ടൊക്കെ, നല്ല ദൂരത്തോട്ടൊക്കെ കോൺകേവ് ദർപ്പണം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പതിപ്പിക്കാൻ പറ്റും, പ്രകാശത്തെ പതിപ്പിക്കാൻ പറ്റും. പക്ഷേ കോൺവെക്സ് ദർപ്പണം യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക? ഒരുപാട് ഭാഗങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കഴിയുക. ഒരുപാട് ഭാഗങ്ങൾ കോൺകേവ് ആകുമ്പോൾ വലുതാക്കിയിട്ട് കാണിക്കാൻ പറ്റും, കോൺവെക്സ് ആണെങ്കിൽ നമുക്ക് ചെറുതാക്കിയിട്ട് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ട് യൂസ് ചെയ്യുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. അത് യൂസ് ചെയ്യുക കേട്ടോ, അത് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വീക്ഷണ വിസ്തൃതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ ദർപ്പണ സമവാക്യം, അതായത് ഫോക്കസ് ദൂരവും. അതായത് ഇപ്പോൾ നമുക്ക് ഫോക്കസ് ദൂരം കാണണം. ഫോക്കസ് പറഞ്ഞാൽ എന്താ? നമ്മൾ 8ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ ദർപ്പണം, ഇപ്പം ഞാൻ കോൺകേവ് ദർപ്പണമാണ് കേട്ടോ എടുക്കണേ. അപ്പോൾ അതിൻ്റെ പ്രകാശം പതിപ്പിക്കാത്ത ഭാഗം ഞാനിങ്ങനെ വരച്ചിട്ടുണ്ട്, ഒരു റൗണ്ട് പോലെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താ?
ഈ ഒരു കോൺകേവ് ദർപ്പണത്തിൽ ഇങ്ങനെ ഈ ദർപ്പണത്തിൻ്റെ എന്തുണ്ടാവും, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഗോളത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദർപ്പണം വരിക. അപ്പോൾ ആ ഗോളം ഞാനിങ്ങനെ പൂർത്തീകരിക്കുക അല്ലേ, ഗോളീ ദർപ്പണമാണല്ലോ. അപ്പോൾ എന്താ, ഈ ഗോളത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഞാനിന്ന് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗോളത്തിനൊരു സെൻറ്റർ ഉണ്ട്, അതാണ് നമ്മളെന്ത് പറഞ്ഞിട്ടുള്ളത്, സി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ദർപ്പണത്തിനൊരു സെൻറ്റർ ഉണ്ട്, ദർപ്പണം പറയുന്നത് ഇതാണ്, അതിൻ്റെ ഒരു സെൻറ്റർ ഉണ്ട്, അതാണ് പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീനെയും പീനെയും ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ത് ചെയ്യുക, നമുക്കൊരു വര വരക്കാം അല്ലേ. അതിനെന്ത് വിളിക്കും നമ്മൾ, സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ പോളിനെയും കൂടി വരക്കുന്നതാണ് ഏത്, ആരം എന്ന് പറയുന്നത്. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയും, ആറ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ സീൻ്റെ ഇതിൻ്റെ സെൻട്രലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫോക്കസ് വരുന്നത്. ഫോക്കസ് പറയുമ്പോൾ പ്രകാശരശ്മികളൊക്കെ, അതായത് ഇതിലൂടെ ഈ ഒരു ദർപ്പണത്തിലേക്ക് പ്രകാശരശ്മികൾ വരികയാണ്. ഇത് സമാന്തരമായിട്ട് വരുമ്പം ഇത് ഏതിലൂടെ കടന്നു പോകും, നമ്മൾ ഫോക്കസിലൂടെ കടന്നു പോകും. ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സെൻറ്റർ ആയിരിക്കും, പ്രകാശത്തിൻ്റെ ഈ ഒരു സീൻ്റെയും പീൻ്റെയും സെൻറ്ററിലായിരിക്കും ഫോക്കസ് വരിക. സമാന്തരമായിട്ട് രശ്മികൾ പോകുമ്പോൾ കേട്ടോ, അത് ഓർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ദർപ്പണത്തിനും ഓരോ ഫോക്കസ് ആവും. അപ്പോൾ അതേപോലെ രശ്മികൾ വരുന്നതിൻ്റെ രീതികളിലും മാറ്റം വരും. അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് എത്ര കണ്ടുപിടിക്കാനുള്ള ഫോക്കസ് ദൂരം എത്രയാണ് കണ്ടുപിടിക്കാൻ. ഫോക്കസ് ദൂരം പറയുമ്പം ഫോക്കസിൽ നിന്നും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം, ഫോക്കസിൽ നിന്നും പോളിൽ നിന്നും ഫോക്കസിലോട്ടുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ അതെത്ര കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് എന്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫോക്കസ് ദൂരം F=UV / U+V. അപ്പോൾ എന്താണ് U, എന്താണ് V നമുക്ക് ആദ്യം പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് U എന്താണ്, U+V എന്താണെന്ന്. അപ്പോൾ നോക്കൂ, നമ്മുടെ ടെക്സ്റ്റിലെ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനൊരു ദർപ്പണം വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു വസ്തു വെച്ചിട്ടുണ്ട്, മെഴുകുതിരി അതിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. കോൺകേവ് ദർപ്പണമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ കോൺകേവ് ദർപ്പണം, ഈ മെഴുകുതിരിയിൽ നിന്നുള്ള പ്രകാശം ഈ ദർപ്പണത്തിൽ തട്ടുന്നു. ഈ ദർപ്പണത്തിൽ നിന്നും ആ പ്രകാശം തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ പ്രതിബിംബത്തിലോട്ട്, ഈ ഒരു സ്ക്രീനിലോട്ട് തട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പ്രതിബിംബത്തെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, മെഴുകുതിരിൻ്റെ പ്രതിബിംബം ഇവിടെ കാണുന്നത്. അപ്പം ഇങ്ങനൊരു സ്ക്രീനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രതിബിംബമുണ്ട്, ഇവിടെ നമ്മൾ വസ്തു ഉണ്ട്, ഇവിടെ എന്തുണ്ട്, മിറർ ഉണ്ട്. അപ്പം ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോക്കൽ ദൂരം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നോക്കി, ആദ്യം U എന്താ, V എന്താണെന്നൊക്കെ അറിയണം. അപ്പോൾ നോക്കൂ, ഇതാണ് നമ്മളെ വസ്തു അല്ലേ, നമ്മൾ എടുക്കുന്ന വസ്തു ഇതാണ് ദർപ്പണം. അപ്പോൾ ഈ വസ്തുവിൽ നിന്നും ഈ ദർപ്പണത്തിലേക്കുള്ള അകലം നമ്മൾ എന്ത് യൂസ് ചെയ്യും, ആ ഒരു ദൂരത്തെ, ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരത്തെ നമ്മൾ വിളിക്കുന്നതാണ്, ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരം, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരത്തെ നമ്മൾ വിളിക്കുന്നതാണ് U എന്ന് വിളിക്കും. എന്താ ഡിനോട്ട് ചെയ്യുന്നത്, U. ഈ ദർപ്പണത്തിൽ നിന്നും നമ്മളെ പ്രതിബിംബത്തിലേക്കുള്ള ഈ ദൂരം ഉണ്ടല്ലോ, ദർപ്പണത്തിൽ നിന്നും ഈ പ്രതിബിംബത്തിലേക്കുള്ള ഈ ദൂരത്തെ നമ്മൾ എന്ത് വിളിക്കും, V എന്ന് വിളിക്കും. അപ്പോൾ മനസ്സിലായല്ലോ, UV. അപ്പോൾ U എന്താ, V എന്ന് മനസ്സിലായോ. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരമാണ് U, ദർപ്പണത്തിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ദൂരമാണ് V. അത് കിട്ടിയല്ലോ, സെറ്റല്ലേ. അപ്പോൾ എന്താണ് U എന്നും എന്താണ് V എന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ F എന്ന് പറയുന്നത് ഫോക്കൽ ദൂരമാണ്, ഫോക്കസ് ദൂരമാണ്. അപ്പോൾ ഫോക്കസ് ദൂരം എങ്ങനെയാണ് കണ്ടുപിടിക്കൽ, അതിൻ്റെ ഇക്വേഷനാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. F എന്ന് പറയുന്നത് ഫോക്കൽ ദൂരം കണ്ടുപിടിക്കാൻ എന്താ, UV / U+V. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക, UV / U+V. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്കൊന്ന് ക്രമീകരിച്ച് എഴുതാൻ പറ്റും. എന്താ ചെയ്യാൻ പറ്റുക, ഇതിൻ്റെ ഒക്കെ വ്യുൽക്രമം എടുക്കുക. അതായത് 1/F, ഇപ്പോൾ ഞങ്ങൾക്ക് കണക്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ വന്നതെന്ന്. 1/F = എന്താ, 1/U + 1/V. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇക്വേഷന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചേക്കുക. 1/F = 1/U + 1/V. ഇതിന് നമ്മൾ ക്രോസ് മൾട്ടിപ്പിളൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് കിട്ടുന്നതാണ് F = UV / U+V. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചേക്കുക. ഫോക്കൽ ലെങ്ത് കാണാനുള്ള ഇക്വേഷനാണ് F = UV / U+V. U എന്ന് പറയുന്നത് എന്താ, U എന്ന് പറയുന്നത് ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരമാണ്. V എന്ന് പറയുന്നത് ദർപ്പണത്തിൽ നിന്നും
പ്രതിബിംബത്തിലേക്കുള്ള ദൂരമാണ്. ഓർത്തിരിക്കുക, 2 ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായില്ലേ? സെറ്റല്ലേ? അപ്പോൾ ഇനി അടുത്തത് ഈ ദൂരം അളക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ദൂരം അളക്കാൻ വേണ്ടിയിട്ട് ഒരു രീതി ഉണ്ട്. ആ രീതിനെ വിളിക്കുന്ന പേരാണ് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി. എന്താണ് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി? ഇത് 8ാം ക്ലാസ്സിലെ ആ ഒരു ചാപ്റ്ററിൽ കുറച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ദർപ്പണം, ലെൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളിൽ ദൂരം അളക്കുന്നത് ഗ്രാഫിലെ അക്ഷരങ്ങളോട് തുല്യമായിട്ടാണ്. അതായത് ഈ ഒരു ബോക്സിൽ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങൾക്ക് വരച്ചിട്ട് കാണിച്ചു തരാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു ഗ്രാഫിൻ്റെ ഈ ഒരു പ്രകാശരശ്മി ചലിക്കുന്നത് ഒരു ഗ്രാഫിലൂടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ സാധാരണ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പം എന്താ എക്സ് അക്ഷം ഉണ്ട്, വൈ അക്ഷമൊക്കെ ഉണ്ട് അല്ലേ, എക്സ് വൈ അക്ഷങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്താ ഇവിടെ ഇതാണ് ഒറിജിന്, ഇതാണെന്ത് ഒറിജിന്. ഈ ഒറിജിനിൽ നിന്നെന്താണ് ഇങ്ങോട്ട് പോകുന്ന വലത്തോട്ട് പോകുന്ന ഇതിനൊക്കെ, ഈ വലത്തോട്ട് എടുക്കുന്ന അളവിനൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് കൂട്ടും. എന്താണ് കൂട്ടുക? പോസിറ്റീവായിട്ട് കൂട്ടും. ഇങ്ങോട്ട് ഇടത്തോട്ട് പോകുന്ന സംഖ്യകളെ, വസ്തുക്കളെ, ഈ നീളത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? നെഗറ്റീവായിട്ട് കൂട്ടും. താഴോട്ട് വരുന്നതിന് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും? നെഗറ്റീവായിട്ട് കൂട്ടും. മനസ്സിലായോ? മുകളിലോട്ടുള്ളതൊക്കെ എന്താണ്? പോസിറ്റീവായിട്ട് കൂട്ടും. അത് നിങ്ങൾക്കറിയാം, ഒരു ഗ്രാഫ് എടുക്കുമ്പം കോമൺ ആയിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് ഒരു പ്രകാശരശ്മി ചലിക്കുന്ന എങ്ങനെയാണ്? വലത്തോട്ടാണ് പ്രകാശരശ്മി പോകുന്നത്. നിങ്ങൾക്കറിയില്ലേ, ഇവിടെ ഒരു ദർപ്പണം ആണെങ്കിൽ ഇങ്ങോട്ടാണ് പ്രകാശരശ്മി ചലിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെന്ത് പറഞ്ഞിട്ടുള്ളത്? ഇങ്ങോട്ട് വലത്തോട്ട് നമ്മളൊരു അളവ് ഫോക്കൽ ലെങ്ത് ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യും? പോസിറ്റീവായിട്ട് കൂട്ടും. താഴോട്ടാണ് നമ്മൾ ഇമേജ്, ഇപ്പോൾ ഒരു ദർപ്പണത്തിൽ നമ്മൾ ഫോക്കസ് നോക്കൂട്ടോ. ഒരു ദർപ്പണം ഞാൻ വരക്കുകയാണ്. അപ്പോൾ നമ്മൾ ദർപ്പണം വരച്ചപ്പോൾ ഒരു പ്രകാശരശ്മികൾ ഇതിങ്ങനെ അതിൻ്റെ മുഖ്യാക്ഷം എന്താ അറിയാലോ? ഫോക്കസിനെയും നമ്മളെ സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും പോളിനെയും ഫോക്കസിനെയൊക്കെ മുറിച്ച് കിടക്കുന്നതാണ് മുഖ്യാക്ഷം. അപ്പോൾ ഈ മുഖ്യാക്ഷത്തിലൂടെ, ആ 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ കാണാതെ ആരും ഇതിരിക്കരുത്, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. 8ാം ക്ലാസ് കാണുക. എന്നിട്ട് ഒരു പ്രകാശരശ്മി ഇതിലൂടെ വരുന്നുണ്ട്. അപ്പോൾ സമാന്തരമായിട്ട് വരുമ്പം ഏതിലൂടെ കടന്നു പോവുക? ഫോക്കസിലൂടെ കടന്നു പോവുക അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പോളിലൂടെ ഒരു രശ്മി വരികയാണെങ്കിൽ എന്ത് ചെയ്യും? അതേ കോണളവിൽ തന്നെ അത് കടന്നു പോകും. അപ്പോൾ എവിടെയാണ് ഈ ഇവിടെയാണ് നമുക്കൊരു എക്സ്പെരിമെൻ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഇവിടെയാണ് കൂട്ടിമുട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് എന്ത്? പ്രതിബിംബം ഉണ്ടാവുക. അപ്പോൾ നോക്കി, തല കീഴായിട്ടാണ് ഈ ഒരു അക്ഷത്തിന്. അപ്പോൾ ഈ അക്ഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ഗ്രാഫിലെ നടുവിലുള്ള ആ ഒരു അക്ഷമായിട്ട് എടുക്കുന്നത്. അപ്പോൾ നോക്കി, ഇത് താഴത്തല്ലേ, അപ്പോൾ ഇതിൻ്റെ നീളം അളക്കുമ്പോൾ താഴത്തോട്ടല്ലേ നമ്മൾ അളക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? നെഗറ്റീവായിട്ട് എടുക്കും. ഈ ഒരു ഇമേജ് മുകളിലാണെങ്കിൽ എന്ത് ചെയ്യും? പോസിറ്റീവായിട്ട് എടുക്കും. ഇവിടെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടേക്കാണെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും. താഴത്തോട്ടാണെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെയാണ് ഒരു വസ്തുവിൻ്റെ നീളം നമ്മൾ അളക്കുമ്പോൾ ഇമേജ് ഫോക്കസ് എവിടെയാണോ ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ നീളം എടുക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു ബോക്സിൽ പറഞ്ഞിട്ടുള്ളത്. ദർപ്പണത്തിൻ്റെ പോള് മൂലബിന്ദുവിൻ്റെ ഒറിജിനായിട്ട് കണക്കാക്കും. അതിൽ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം ഇതിൽ സാധാരണ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പം ഇവിടെയാണ് എന്ത്? അതിൻ്റെ മൂലബിന്ദു O. അപ്പോൾ ഇതെന്താണ് നമ്മൾ ചെയ്യുന്നത്? ദർപ്പണത്തിൻ്റെ പോളായിട്ടാണ്, ഇതിലൂടെയാണ് ദർപ്പണം വരയ്ക്കുന്നത്. കണ്ടോ, ഇപ്പോൾ വരച്ചത് ദർപ്പണമാണ്. ആ ദർപ്പണത്തിൻ്റെ പോളായിട്ട് എന്ത് ചെയ്യണം? ഈ മൂലബിന്ദു കണക്കാക്കണം. അപ്പോൾ ഈ മൂലബിന്ദുവിൻ്റെ ഇങ്ങോട്ട് അളക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും. അതിൻ്റെ ബാക്കോട്ട്, അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് പറയുന്നത്, കണ്ടോ. അപ്പോൾ ദൂരം വലത്തോട്ട് ഈ പോളിൽ നിന്നും ഇതാണ് പറഞ്ഞത്. ആ ഒരു ദർപ്പണം നമ്മൾ ഇത് വൈ ആക്സിസും ഇത് എക്സ് ആക്സിസും ആയിട്ട് എടുക്കുകയാണെങ്കിൽ, സാധാ ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ ആ ഗ്രാഫിൻ്റെ എക്സ് ആക്സിസ് ആണ് ഇത് വൈ ആക്സിസ് ആണ്, ഇത് അതേപോലെ എക്സ് ആക്സിസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ദർപ്പണത്തെ കൊണ്ടുവെക്കുകയാണെങ്കിൽ ആ ഒരു ഗ്രാഫിൻ്റെ O എന്ന ബിന്ദു ഈ ഒരു ദർപ്പണത്തിൻ്റെ എന്താവും? P ആവും. അപ്പോൾ പോളിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ദൂരം വലത്തോട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കണം. ഇങ്ങോട്ട് ദൂരം ഇടത്തോട്ട് നമ്മൾ അളക്കുകയാണെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കണം. മുകളിലോട്ട് എടുക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കണം, താഴോട്ട് എടുക്കുകയാണെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കണം. ഇത്രേ ഈ ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂ കാർട്ടീഷ്യൻ മെത്തേഡ്, ന്യൂ കാർട്ടീഷ്യൻ രീതി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താ ന്യൂ കാർട്ടീഷ്യൻ മെത്തേഡ്? മനസ്സിലായില്ലേ? മുകളിലോട്ട് എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ്, നമ്മളെപ്പോഴും മുകളിലോട്ട് പോവുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അല്ലേ, നമ്മൾ ഉയരങ്ങളിലേക്ക് പോവുകയാണ്, അപ്പോൾ പോസിറ്റീവ്. താഴോട്ട് പോവുകയാണെങ്കിൽ നെഗറ്റീവ്, വലത്തോട്ടാണെങ്കിൽ പോസിറ്റീവ്, ഇടത്തോട്ടാണെങ്കിൽ നെഗറ്റീവ്. അപ്പോൾ പോളിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു നമ്മൾ ഡിസ്റ്റൻസ്
ഡിസ്റ്റൻസും കാര്യങ്ങളും മെഷർ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഇപ്പം ഒരു എക്സ്പെരിമെൻറ്റ് ഞാൻ അവിടെ കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കി, നമ്മൾ അളക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ദൂരം അളക്കുന്നുണ്ട്. നമ്മൾ ഇമേജിലേക്കുള്ള ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം നമ്മൾ അളക്കുകയാണ്. അപ്പോൾ പോൾ എവിടെയുള്ളത്? പോള് എന്ന് പറയുന്നത് ഇതല്ലേ പോള്. ഇപ്പോൾ പോളിൽ നിന്നും ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് എടുക്കണം, ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് എടുക്കണം. അപ്പോൾ നോക്കി, ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. OB എന്നുള്ളത് ഒബ്ജക്റ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നും എന്തോ ചെയ്യാണ്, ഇങ്ങോട്ടുള്ള ഒബ്ജക്റ്റിലേക്കുള്ള ലെങ്ത്ത് ഞാൻ നോക്കുകയാണ്. അപ്പോൾ അളന്നപ്പോൾ എനിക്ക് 60 കിട്ടി. അപ്പോൾ ഈ 60-ന് ഞാൻ എന്ത് സൈനാണ് യൂസ് ചെയ്യുക? -60. കാരണം എന്താ, ഇടത്തോട്ടല്ലേ നമ്മൾ അളന്നിട്ടുള്ളത്, അപ്പോൾ -60. അതേപോലെ ഇമേജിലേക്കുള്ള ലെങ്ത്ത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അളക്കുക. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 20 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഞാൻ എന്തെടുക്കും? ഇമേജിലേക്കുള്ള ദൂരം എത്രയാണ്? -20 ആണ് എന്നെടുക്കും. മനസ്സിലായല്ലോ? അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേപോലെ ഇനി താഴോട്ട് അളക്കുകയാണെങ്കിലും നമ്മൾ നെഗറ്റീവ് എടുക്കണം. അപ്പോൾ താഴോട്ടാണെങ്കിലും ഇടത്തോട്ടാണെങ്കിലും അളക്കുമ്പോൾ നെഗറ്റീവ് സൈനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സെറ്റല്ലേ? കണ്ടോ, ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരം എത്ര ചോദിച്ചാൽ എന്താണ് നമ്മൾ പറയുക? -60. ആ -60 എടുത്ത് മനസ്സിലായില്ലേ? ഇനി ദർപ്പണത്തിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ദൂരം എത്ര നമുക്ക് കിട്ടിയത്? -20. കണ്ടോ? പിന്നെ ദൂരം വിയും അതേപോലെ ഈ വി എത്ര നമ്മൾ കണ്ടുപിടിക്കണം. വി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഇമേജിലേക്കുള്ള ദൂരമാണ്, അത് കണ്ടുപിടിക്കുക. പിന്നെ ഫോക്കസ് ദൂരം നമ്മൾ കണ്ടുപിടിക്കണം. ഫോക്കസ് ദൂരം നമ്മൾ ഇതേപോലെ തന്നെ എടുക്കുക. ഫോക്കസ് ദൂരം ഉണ്ടോ? ഇവിടെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഭാഗത്തല്ലേ, ഇതല്ലേ ഫോക്കസ്. കണ്ടോ? ഫോക്കസ് പോളിൽ നിന്നും ഇങ്ങോട്ട് ഫോക്കസ്, ഇതാണ് എഫ് ഇതവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫോക്കസ് ദൂരം നമുക്ക് 15 കിട്ടിയത്. അപ്പോൾ അതും എന്താണ്, ഇടത്തോട്ടാണ് നമ്മൾ അളന്നത്, അതുകൊണ്ട് -15 എടുക്കും. അപ്പോൾ ഇവിടെ എത്ര വരിക? -15 വരിക. ഒക്കെ മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ന്യൂ കാർട്ടീഷ്യൻ രീതിയിൽ കണ്ടുപിടിക്കുന്നത് ഓർത്തിരിക്കണം. പിന്നെ പ്രതിബിംബത്തിൻ്റെ ഉയരം നമ്മൾ അതേപോലെ അളന്നിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ഉയരം എടുക്കുമ്പോഴും താഴോട്ടല്ലേ, അപ്പോഴും നെഗറ്റീവ് എടുക്കുക. മനസ്സിലായോ? പ്രതിബിംബം താഴോട്ടല്ലേ, തല കുത്തനല്ലേ. ഈ ആരോമർക്ക് കണ്ടാൽ മനസ്സിലാവൂലേ ഇത് തല കുത്തനെയാണ് ഇമേജ് എന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ അളക്കുക, അപ്പോൾ നെഗറ്റീവ് എടുക്കണം. മനസ്സിലായോ? ഇതിപ്പോൾ ഒരു -10 ആണെങ്കിൽ -10 എഴുതണം. അത് നമ്മൾ അളന്ന് നോക്കിയിട്ട് നോക്കുക. ഓക്കെ, ഇതാണ് ന്യൂ കാർട്ടീഷ്യൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതും കൂടി ഓർത്തിരിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഫോക്കൽ ലെങ്ത് കിട്ടണമെങ്കിൽ നമ്മൾ ഈ UVയും U+V ഒക്കെ കൊടുത്തിട്ട് അതിൽ ചെയ്യാം. ഇപ്പം U = ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ 30 സെൻറ്റിമീറ്റർ മുമ്പിലായി ഒരു വസ്തു വെച്ചപ്പോൾ ദർപ്പണത്തിൽ നിന്നും 20 സെൻറ്റിമീറ്റർ അകലെ സ്ക്രീനിൽ പ്രതിബിംബം ലഭിക്കുന്നു. ഒരു കോൺകേവ് ദർപ്പണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കോൺകേവ് ആകുമ്പോൾ എങ്ങനെ ആയാലും ഇങ്ങോട്ടല്ലേ ഇമേജ് ഉണ്ടാവുക, ദർപ്പണത്തിൻ്റെ മുമ്പിലാണ് ഇമേജ് ഉണ്ടാവുക. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം പോളിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട്. ഇങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കി. ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ 30 സെൻറ്റിമീറ്റർ മുമ്പിലായി. അപ്പോൾ കോൺകേവ് ദർപ്പണം, അതിൻ്റെ ഈ ദർപ്പണം ഇതാണ്, കോൺകേവ് ദർപ്പണം ഇതാണ്. അതിൻ്റെ നമ്മളിങ്ങനെ വരച്ച് അതിൻ്റെ 30 സെൻറ്റിമീറ്റർ മുമ്പിലായ ഒരു വസ്തു. അപ്പോൾ 30 സെൻറ്റിമീറ്റർ മുമ്പിലായി പറയുമ്പോൾ ഇങ്ങോട്ട്. അപ്പോൾ തന്നെ മനസ്സിലായി ഇങ്ങോട്ടാണ് അളന്നത് അല്ലേ, ഇടത്തോട്ടാണ് അളന്നത്. അപ്പോൾ നെഗറ്റീവാണ്. ഇങ്ങോട്ട് അളക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവായിട്ട് എടുക്കാം. അപ്പം ഇവിടെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ വെച്ച് ഇതിനെത്ര പറഞ്ഞേ? 30 എന്നാണ് പറഞ്ഞത്. അപ്പോൾ -30 എടുക്കുക. വസ്തു വെച്ചപ്പോൾ ദർപ്പണത്തിൽ നിന്ന്, അപ്പോൾ ഈ ദർപ്പണത്തിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ അകലെ സ്ക്രീനിൽ പ്രതിബിംബം. അപ്പോൾ ഇവിടെ ഒരു പ്രതിബിംബം കിട്ടി എന്നല്ല പറഞ്ഞവർ, ഇവിടെ ഒരു പ്രതിബിംബം കിട്ടി. ഇവിടെ എന്ത് കിട്ടി? കോൺകേവ് ദർപ്പണമാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും അറിയാം അത് തല കുത്തനെ കിട്ടുള്ളൂ. അപ്പോൾ അടിയിലൊരു പ്രതിബിംബം കിട്ടി. എത്ര അകലയിലാണ്? 20 മീറ്റർ. അപ്പോൾ 20 സെൻറ്റിമീറ്റർ അകലെ. 20 സെൻറ്റിമീറ്റർ പറയുമ്പം ഇങ്ങോട്ടല്ലേ എടുത്തത്, കാരണം എന്താ? ദർപ്പണത്തിൻ്റെ മുമ്പിലായിട്ട് എന്നല്ല പറഞ്ഞേ. അപ്പോൾ അതും നെഗറ്റീവ് എടുക്കണം. അതും നെഗറ്റീവ് എടുത്ത് സ്ക്രീനിൽ പ്രതിബിംബം ലഭിക്കുന്നു. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഫോക്കസ് ദൂരം കാണാനുള്ള ഇക്വേഷൻ അറിയാം. F = UV / U+V ആണ്. അപ്പോൾ U എന്ന് പറഞ്ഞാൽ എന്താ? U എന്ന് പറഞ്ഞാൽ നമ്മളെ വസ്തുവിലേക്കുള്ള ദൂരമാണ്. വസ്തുവിലേക്കുള്ള ദൂരം എത്രയേ? ഓർത്ത് വെക്കൂ. വസ്തുവിലേക്കുള്ള ദൂരം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ 30 അല്ലേ. വസ്തു വെച്ചിട്ടുള്ളത് 30. അപ്പം -30. U എന്ന് പറയുന്നത് -30. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടുക. പിന്നെ എത്രയേ നോക്കി, ദർപ്പണത്തിൽ നിന്നും സ്ക്രീനിലെ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം അതാണ് V. അത് -20 നമുക്കറിയാം. അപ്പോൾ -20 ഡിവൈഡഡ് ബൈ -30 പ്ലസ് -20. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഈ ഒരു കണക്ക് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ?
അപ്പോൾ ഇങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഫോക്കൽ ലെങ്ത് കിട്ടും. അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. അപ്പം ഇങ്ങനെയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫോക്കൽ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് എന്താണ് പ്രതിബിംബത്തിൻ്റെയും ഇതേപോലെ ഹൈറ്റും ഇമേജും നമുക്ക് ആവർത്തനം കണ്ടുപിടിക്കണം. അതായത് ആവർത്തനം പറഞ്ഞാൽ ഇമേജിൻ്റെ ഹൈറ്റ് നമുക്ക് ഈ ഒരു പിക്ചറിൽ ഇമേജിന് ഇത്ര ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇമേജിൻ്റെ ഹൈറ്റ് എന്ത് ചെയ്യുക, നമ്മളെ ഒരു മിനിറ്റ്, ഇമേജിൻ്റെ ഹൈറ്റ് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റുമായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം കിട്ടുന്ന ആ ഒരു സംഖ്യനെ വിളിക്കുന്ന പേരാണ് ആവർത്തനം. എന്താ വിളിക്കുക, ആവർത്തനം. ആവർത്തനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് HI/HO. എന്താ വിളിക്കുക, HI/HO. HI ഡിവൈഡഡ് ബൈ HO. ആവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഹൈറ്റ് ഓഫ് ഇമേജിൻ്റെ ഹൈറ്റിന് എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ആ ഒരു സംഖ്യനെ വിളിക്കുന്നതാണ് ആവർത്തനം. ആവർത്തനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ആവർത്തനം എന്താ, മൈനസാണ് കിട്ടുന്നത്. കാരണം എന്താ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ആവർത്തനം നമ്മൾ മൈനസാണ് നമ്മൾ എടുക്കുന്നത്. -HI/HO എന്നാണ് എടുക്കുന്നത്. കാരണം എന്താ അറിയോ, നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നം അനുസരിച്ച് ന്യൂ കാർട്ടീഷ്യൻ്റെ ഇപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്, ആവർത്തനമാണ് കണ്ടുപിടിക്കാനുള്ളത്. ആവർത്തനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ആവർത്തനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷന് ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. ആവർത്തനം പറഞ്ഞാൽ ഇമേജിൻ്റെ ഹൈറ്റിനെ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഹൈറ്റ് ഓഫ് ഇമേജ് എന്ന് പറയുമ്പോൾ ഇവിടേക്ക് താഴത്തേക്കല്ലേ അതിൻ്റെ ലെങ്ത് എടുക്കുക. അവിടെ മൈനസ് അല്ലേ വേണ്ടിയത്, മൈനസ്. പിന്നെ നോക്കി, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, -HI/HO എന്ന് പറയുന്നത്. ഇത് പിന്നെ പോസിറ്റീവാണ്, മുകളിലോട്ടാണ് എടുക്കുന്നത്. അപ്പോൾ പോസിറ്റീവാണ്, HO എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, -HI/HO എന്ന് പറയുന്നത്. -HI/HO ആണ് എന്ത്, നമ്മളെ ഇമേജിൻ്റെ -HI/HO എന്നുള്ളതാണ് ആവർത്തനം. കോൺകേവ് ദർപ്പണത്തിൻ്റെ നമ്മൾ എടുക്കുക, അതൊന്ന് ഓർത്തിരിക്കണം. ഇനി നമ്മളെ അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എന്താണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മാഗ്നിഫിക്കേഷനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഇക്വേഷനെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് HI/HO എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കറിയാലോ. അതെന്തിന് ഈക്വലാണ്, -V/Uക്ക് ഈക്വലാണ്. -V/Eക്ക് ഈക്വലാണ്. അത് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, -V/U കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എന്താണ് ഈ -V/U, എന്തുകൊണ്ടാണ് HI/HOക്ക് തുല്യമായത് എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഇക്വേഷന് ഡിറൈവ് ചെയ്യുകയാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് പറയാം. ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സിമ്പിളായിട്ട് ഓർത്തിരിക്കുക. ഇവിടെ ഒരു ദർപ്പണം വരച്ചിട്ടുണ്ട്. ഇതാണ് ദർപ്പണം. ഈ ഒരു ദർപ്പണത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒബ്ജക്റ്റ് ഞാൻ ഇതിന് തൊട്ട് മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്, മുന്നിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിൽ നിന്നും പ്രകാശം ഈ ഒരു ദർപ്പണത്തിലേക്ക് പതിക്കുന്നു, ഫോക്കസിലൂടെ കടന്നു പോകുന്നു. പിന്നെ അടുത്തൊരു പ്രകാശകിരണം പോളിലൂടെ പതിക്കുന്നു, ആ പോളിന് അതേ ഒരു കോണളവിൽ തിരിഞ്ഞു പോകുന്നു. അപ്പോൾ ഇവിടെ 2 ത്രികോണങ്ങൾ ഉണ്ടായത് നിങ്ങൾക്ക് കണ്ടല്ലോ. ഒന്ന് ഈ ഒരു ത്രികോണം, പിന്നെ ഇവിടെ വേറൊരു ത്രികോണം, ഈ ഒരു ഒബ്ജക്റ്റിൽ നിന്നും ഈ ഒരു ത്രികോണം അല്ലേ, ഈ ഇമേജ് ഫോം ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു ത്രികോണം. അപ്പം ഏതൊക്കെ ത്രികോണം OBP എന്നുള്ളൊരു ത്രികോണം നിങ്ങൾക്ക് കാണാൻ പറ്റും, OBP. അതേപോലെ തന്നെ ത്രികോണം IMP എന്നുള്ളൊരു ത്രികോണം നിങ്ങൾക്ക് കാണാൻ പറ്റും, IMP. അപ്പോൾ ഈ ത്രികോണം രണ്ടും ഏകദേശം സിമിലിയറാണ്. ഏതൊക്കെ ത്രികോണമാണ്, 2 ത്രികോണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തേത് ഈ ഒരു ത്രികോണമാണ്, രണ്ടാമത്തെ കണ്ടോ ഈ ഒരു ത്രികോണമാണ്. അപ്പോൾ ഈ 2 ത്രികോണം തുല്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു കോണ് 90 ഡിഗ്രിയാണ്, ഈ ഒരു കോണ് 90 ഡിഗ്രിയാണ്. അതേപോലെ ഈ ഒരു കോണും പിന്നെ തുല്യ അളവാണ്, ഈ ഒരു കോണും തുല്യ അളവാണ്. അത് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ 2 ത്രികോണങ്ങളും തുല്യമാണ്. അപ്പോൾ നമുക്ക് തുല്യമായിട്ടുള്ള ത്രികോണങ്ങളിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, IM എന്ന് പറയുമ്പോൾ ഏതാ, ഇതിൻ്റെ ഈ ഒരു ഇമേജിൻ്റെ നമ്മൾ എന്തെടുക്കുകയാണ്, ഇമേജിൻ്റെ IM പറയുമ്പം ഇമേജിൻ്റെ ഈ ഉയരം ഉണ്ടല്ലോ, അതിനെ നമ്മൾ IM എന്നെടുത്തു. IM ഡിവൈഡഡ് ബൈ അതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, OB നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മളെന്താണ്, ഇത് തുല്യ ത്രികോണം ആയതുകൊണ്ട് എന്താണ്, ഇതിൻ്റെ വശങ്ങൾ തമ്മിൽ നമുക്ക് ഒരു അനുപാതമുണ്ട്. അപ്പോൾ IM/OB ചെയ്താൽ എന്താ കിട്ടുക, IM/OB
IM ഇമേജിൻ്റെ ലെങ്ത്ത് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? IP എന്ന് പറയുമ്പം ഇതാണ്, ഈ ഒരു നീളമാണ്. IP/OP കിട്ടും. IP/OP IP/OP. അതായത് രണ്ട് ത്രികോണങ്ങൾ തുല്യമാണെങ്കിൽ അതിൻ്റെ വശങ്ങൾ തമ്മിലുള്ള അനുപാതം എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു വശം ഇതിൻ്റെ ഒരു വശം, ഇതൊരു ത്രികോണമാണ്, അതിൻ്റെ ഒരു വശം, അപ്പോൾ ആ ഒരു വശം നമ്മളെടുത്തു, ഇതിൻ്റെ ഒരു വശം, അപ്പോൾ IM ഡിവൈഡഡ് ബൈ OB നമ്മളെടുത്തു. പിന്നെ അതിൻ്റെ അടുത്ത വശം ഏതാ? ഈ ഒരു ചെറിയ ത്രികോണത്തിൻ്റെ വശമാണ് ഇത്. അപ്പം അതിൻ്റെ ആ ഒരു വശത്തിനെയാണ് നമ്മൾ എന്തെടുത്തിട്ടുള്ളത്? IP എന്നെടുത്തിട്ടുള്ളത്. അതാണ് IP ഡിവൈഡഡ് ബൈ, കണ്ടോ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. IM എന്ന് പറയുന്നത് എന്താ? ഈ ഒരു ചെറിയ ത്രികോണത്തിൻ്റെ ലെങ്ത്താണ്, ഒരു വശം. പിന്നെ OB എന്ന് പറയുന്നത് വലിയ ത്രികോണത്തിൻ്റെ ഒരു വശം. അത് ഡിവൈഡ് ചെയ്യുമ്പം ചെറിയ ത്രികോണത്തിൻ്റെ മറ്റേ വശം, അതായത് IP ഡിവൈഡഡ് ബൈ OP എന്ന് പറയുന്നത് വലിയ ത്രികോണത്തിൻ്റെ ഈ ഒരു വശം OP ഇതിന് തുല്യമായിരിക്കും. അത് ഓർത്തിരിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ നോക്കി, IM എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ഹൈറ്റ് ഓഫ് ഇമേജ് ആണ്. ഇവിടെ IM എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്? ക്രോഡീകരിച്ച് കൊണ്ടുവരിക. അപ്പോൾ ഈ IM എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഹൈറ്റ് ഓഫ് ഇമേജ് അല്ലേ? ഇവിടുന്ന് മുതൽ ഇവിടെ വരെയുള്ള നീളം എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഇമേജാണ്. അപ്പോൾ ഈ IMന് പകരം നമ്മൾ എന്ത് കൊടുക്കും? ഹൈറ്റ് ഓഫ് ഇമേജിൻ്റെ HI കൊടുക്കും. പിന്നെ നമ്മൾ പറഞ്ഞ OB എന്താണ്? ഇവിടെ താഴെയുള്ള ഈ OB എന്തിന് തുല്യമാണ്? ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് അല്ലേ? അപ്പോൾ HO എന്നും കൊടുത്തു. ഇങ്ങോട്ട് ഈക്വൽ ടു, അത് എന്തിന് ഈക്വലാണ്? IP എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നോക്കി, IP പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഈ ഒരു ദൂരം ഇമേജിലേക്കുള്ള ദൂരമാണ്. അത് നമ്മളെന്ത് വിളിച്ചിട്ടുണ്ട്? ഇമേജിലേക്കുള്ള ദൂരത്തെ നമ്മൾ വിളിച്ചതാണ് V എന്ന് വിളിച്ചത് അല്ലേ? V. പിന്നെ അതേപോലെ OP എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്ന് മുതൽ ഇവിടെ വരെയുള്ള ദൂരമല്ലേ? അപ്പോൾ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം അത് നമുക്കറിയാം U ആണ് എന്നുള്ളത് അല്ലേ? UV എന്നല്ല നമ്മൾ പറഞ്ഞിന്. U എന്ന് പറയുന്നത് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരവും V എന്ന് പറയുന്നത് ഇമേജിലേക്കുള്ള ദൂരവും. അപ്പോൾ ഡിവൈഡഡ് ബൈ ഈ IPക്ക് പകരം OBക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? OPക്ക് പകരം നമ്മൾ V/U കൊടുത്തു. എന്താ കൊടുത്തിട്ടുള്ളത്? V/U. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റാണോ? അപ്പോൾ എന്ത് കൊടുത്തു? IM എന്നുള്ളത്, IMന് പകരം നമ്മൾ എന്ത് കൊടുത്തു? IM എന്നുള്ളതിന് പകരം HI, അത് ഹൈറ്റ് ഓഫ് ഇമേജ് ആണ്. OBക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? HO, ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. IP എന്ന് പറഞ്ഞാൽ എന്താ? V ആണ്, അതായത് ഇമേജിലേക്കുള്ള ദൂരമാണ്. OP എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ്. U കൊടുത്തു. ഇങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ഇക്വേഷനെ നമ്മൾ ക്രോഡീകരിച്ച് ചെയ്താണ്. എന്താ ചെയ്യുന്നത്? ഇതിനെ ക്രോഡീകരിച്ച് ചെയ്താണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നോക്കൂ, ഇത് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ക്രോഡീകരിച്ച് ചെയ്തുമ്പോൾ HI ഡിവൈഡഡ് ബൈ HO ഈക്വൽ ടു എന്താണ്? V ഡിവൈഡഡ് ബൈ U എന്ന് കിട്ടും. അപ്പോൾ നോക്കി, V എന്ന് പറയുന്നത് ഇവിടെ എന്താ? നമ്മൾ ഇതിന് ന്യൂ കാർട്ടീഷ്യൻ രീതിയിൽ ഇതിന് സൈന് കൊടുക്കുക. ഇവിടെ നോക്കി, HI എന്ന് പറയുന്നത്, HI എന്ന് പറയുമ്പം എന്താ കിട്ടുന്നത്? HI ഇവിടെ കാണുന്നുണ്ടല്ലോ. HI എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ഇമേജാണ്. ഇവിടെ താഴത്തോട്ടല്ലേ അളക്കുന്നത്. അപ്പോൾ അതിനെന്താ കൊടുക്കാൻ പറ്റും? നമുക്ക് മൈനസ് കൊടുത്തൂടെ? അപ്പോൾ HIക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈനസ് കൊടുക്കാൻ പറ്റും. അതേപോലെ V നോക്കി, V എങ്ങോട്ടാണ് നമ്മൾ അളക്കുന്നത്? V എന്ന് പറയുമ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലമാണ്. അതേപോലെ OP എന്ന് പറയുമ്പോഴും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലമാണ്. അപ്പോൾ അതൊക്കെ എന്താണ്? ഇടത്തോട്ടാണ് എടുക്കുന്നത്. ഇടത്തോട്ട് എടുക്കുമ്പോൾ നെഗറ്റീവ് എടുക്കേണ്ടി. അപ്പോൾ Vക്കും മൈനസ് കൊടുക്കണം, Uക്കും മൈനസ് കൊടുക്കണം. Vക്കും മൈനസ്, Uക്കും മൈനസാണ് നമ്മൾ കൊടുക്കുന്നത്. Vക്കും മൈനസ് കൊടുക്കുക, Uക്കും മൈനസ് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ എന്താവും? വീണ്ടും എന്താവും? ഇക്വേഷന് ഒന്നുകൂടി അടിക്കുകയാണ്. Vക്ക് നമ്മൾ എന്ത് കൊടുത്തു? മൈനസ് കൊടുത്തു. Uക്കും മൈനസ് കൊടുത്തു. HI എന്നുള്ളത് മൈനസാണ്. അതേപോലെ HO പോസിറ്റീവാണ്. HOക്ക് പോസിറ്റീവാണ്. പിന്നെ അതേപോലെ തന്നെ -V/-U, കാരണം എന്താ? രണ്ടും ഇടത്തോട്ടാണ് ഇതാക്കുന്നത്. അപ്പോൾ -HI/O എന്നുള്ളത് നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നമ്മളെ മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഇക്വേഷന് M ആണ്. HI/HO എന്ന് പറഞ്ഞാൽ എന്താ? M ആണ്. നമ്മൾ പഠിച്ചില്ലേ? മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഇക്വേഷൻ അല്ലേ M = -HI/HO എന്നുള്ളത്. അതന്നെയല്ലേ ഇവിടെ വന്നേ? -HI/HO ഈക്വൽ ടു -V/-U എന്നാ. അപ്പോൾ ഈ മൈനസും മൈനസും കട്ടായി. അപ്പോൾ എന്താ? മൈനസ് നോക്കൂ കേട്ടോ, -V/-U. ഇതിൽ ഇതും കട്ടായി പോയി. പിന്നെ ഇവിടെ ഉള്ള എന്താ? അപ്പോൾ -V/ ഒരു ഭാഗത്തുള്ള കഴിഞ്ഞു, ഒരു ഭാഗത്തെ കാര്യം കഴിഞ്ഞു. അപ്പം
മൈനസ് എച്ച് ഐ ബൈ എച്ച് ഒ ഈക്വൽ ടു മൈനസ് വി ബൈ മൈനസ് യു എന്നായിരുന്നു. ഈ മൈനസും കട്ടായി. പിന്നെ മൈനസ് എച്ച് ഐ ബൈ എച്ച് ഒ എന്ന് പറയുന്നത് എന്താണ്? എം ആണ്. അപ്പോൾ എം ഈക്വൽ ടു എന്താവും? വി ബൈ യു ആവും. അപ്പം മനസ്സിലായോ? അങ്ങനെയാണ് ആ ഒരു ഇക്വേഷൻ വന്നിട്ടുള്ളത്, വി ബൈ യു വന്നിട്ടുള്ളത്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം എങ്ങനെ ഇക്വേഷൻ വന്നത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലായല്ലോ. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മൈനസ് നമ്മളെ മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? എം ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ ഈക്വൽ ടു എന്താണ്? മൈനസ് വി ബൈ യു ആണ്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. മാഗ്നിഫിക്കേഷൻ കാണണമെങ്കിൽ ഈ ഒന്നെങ്കിൽ നമുക്ക് എച്ച് ഐ ബൈ എച്ച് ഒ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക? മൈനസ് വി ബൈ യു എന്നുള്ള ഇക്വേഷനും യൂസ് ചെയ്യുക. ഈ രണ്ട് ഇക്വേഷനും നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഇപ്പോൾ നോക്കൂ കുട്ടികളെ, നമ്മളെ SCERT ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം സെറ്റ് ആവും കേട്ടോ. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ 10 സെൻറ്റിമീറ്റർ അകലെയായി 6 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു വെച്ചപ്പോൾ യഥാർത്ഥ പ്രതിബിംബം 16 സെൻറ്റിമീറ്റർ അകലെ ലഭിച്ചു. പ്രതിബിംബത്തിൻ്റെ ഉയരം, ആവർത്തനം എന്നിവ കണ്ടെത്തുക. അപ്പോൾ എന്താ കിട്ടേണ്ടത്? നമുക്ക് ആവർത്തനം കിട്ടണം, അതേപോലെ പ്രതിബിംബത്തിൻ്റെ ഉയരം കിട്ടണം. അപ്പോൾ നമുക്ക് വസ്തുവിലേക്കുള്ള ദൂരം എത്ര ഇവർ തന്നിട്ടുണ്ട്? 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നോക്കി, കോൺകേവ് ആണ്. അപ്പോൾ ഇവിടെയാണ് ഉള്ളത് വസ്തു നമുക്കറിയാം. അപ്പോൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്താ? നെഗറ്റീവ് എടുക്കേണ്ടത്. അപ്പോൾ -10 എന്ന് കൊടുത്തു. പിന്നെ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം, പ്രതിബിംബം യഥാർത്ഥമാണ് പറയുമ്പം തലകീയായിട്ടുള്ളത് അല്ലേ? യഥാർത്ഥവും തലകീയായിട്ടുള്ളതുമാണെന്ന് പറഞ്ഞിട്ടുണ്ട് വരെ. അതുകൊണ്ട് എന്താ? ഇങ്ങോട്ട് താഴോട്ടാണ് നമ്മൾ അളവെടുക്കുക. അപ്പോൾ അതും -16 ആണെന്ന് കിട്ടി. ഇനി വസ്തുവിൻ്റെ ഉയരം എത്ര? വസ്തുവിൻ്റെ ഉയരം 6 സെൻറ്റിമീറ്റർ ആണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വസ്തു മുകളിലല്ല വെച്ചിട്ടുള്ളത്. അപ്പോൾ മുകളിലോട്ടാകുമ്പം അത് പ്ലസ് ആയിട്ട് എടുക്കുക. അപ്പോൾ പ്ലസ് എടുത്ത് ഇനി നമുക്ക് അറിയുന്ന ഇക്വേഷൻ ഏതാ? നമുക്കറിയാം ആവർത്തനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് മൈനസ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവർത്തനം എം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? വേഗം പറ. എം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എം ഈക്വൽ ടു, ഈ ഒരു സൈഡിലോട്ട് നോക്കുക, മൈനസ് വി ബൈ യു എന്നാണ്. അപ്പോൾ ഇവിടെ മൈനസ് വി എന്നുള്ളത് എന്താ? മൈനസ് നമ്മൾ കോമൺ ആയിട്ട് കൊടുത്തു, ഇങ്ങോട്ടൊരു ബ്രാക്കറ്റ് ഇട്ടു. കോമൺ ആയിട്ടുള്ളതാണ് ഈ മൈനസ് എന്ന് പറയുന്നത്. ഇങ്ങോട്ട് എന്താ? -6 എന്നുള്ളതല്ല, +6. നമ്മളെ 16 അല്ല ഇവിടെ ഉള്ളത്. വസ്തുവിൻ്റെ ഉയരം എന്ന് പറയുന്നത് 16 ആണ്. അപ്പം വസ്തുവിൻ്റെ ഉയരം എന്നുള്ളതാണ് വി ബൈ യു എന്നാണ് കൊടുത്തത്, മൈനസ്. അപ്പോൾ ഇതിൻ്റെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ആ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ മൈനസ് ഇട്ട്, വി എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ -16 കൊടുത്തു. ഡിവൈഡഡ് ബൈ യു എന്ന് പറയുന്നത് എന്താ? യു എന്ന് പറയുന്നത് നമുക്കറിയാം വസ്തുവിലേക്കുള്ള ദൂരമാണ്, അത് -10 ആണ്. അത് കൊടുത്തു. അപ്പം ഇത് രണ്ടും ക്യാൻസലായി പോയില്ലേ? മൈനസ് ക്യാൻസലായി. 16/10 പറഞ്ഞാൽ എന്താ? ഏതൊരു വസ്തുവിനെയും 10 കൊണ്ട് ഹരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പോൾ 1.6, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ -1.6 ആണ് എന്ത്? ആവർത്തനം എന്ന് കിട്ടി. പിന്നെ നമുക്കറിയില്ലേ ആവർത്തനം കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷനും ഉണ്ട്. അപ്പോൾ ആവർത്തനം നമുക്ക് എന്ത് കിട്ടി? ആവർത്തനം മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു എന്താ? -1.6 കിട്ടി. പിന്നെ ഈ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ ഇല്ലേ? HI/HO ഇല്ലേ? അപ്പോൾ ആ ഒരു ഇക്വേഷനും കൂടി നമ്മൾ എടുക്കുക. മാഗ്നിഫിക്കേഷൻ -1.6 കിട്ടി. അപ്പോൾ -1.6 നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? HI നമുക്ക് പ്രതിബിംബത്തിൻ്റെ ഉയരം കിട്ടണ്ടേ? അപ്പോൾ ഇമേജിൻ്റെ ഉയരമാണ് കിട്ടേണ്ടത്. ഇമേജിൻ്റെ ഉയരം എത്ര നമുക്കറിയില്ല. അപ്പോൾ എം ഈക്വൽ ടു HI/HO എന്നാണ്. അതിൽ എം എന്ന് പറയുന്നത് -1.6 ആണ്. HI എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ HI കണ്ടുപിടിക്കണം. HO എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. HO എത്രയാണ്? +6 ആണ്. 6 കൊടുത്ത്. അപ്പോൾ ഈ HI കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? ഇത് രണ്ടോട്ട് ഗുണിക്കുക. 6 ഇൻറ്റു എന്ത് ചെയ്യുക? 6 ഇൻറ്റു ഇവിടെ ഉണ്ടോ? 6 ഇൻറ്റു -1.6 ചെയ്യുക. 6 ഇൻറ്റു -1.6. കാരണം എന്താ? ഇങ്ങനെയാണ് ഇക്വേഷൻ വന്നിട്ടുള്ളത്. HI ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ട്? -1.6 ഉണ്ട്. ഇവിടെ ഒരു 6 ഉണ്ട്. അപ്പോൾ ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് രണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ -1.6 ഇൻറ്റു 6 ചെയ്താൽ എത്തിട്ടും -9.6 എന്ന് കിട്ടും. -9.6 സെൻറ്റിമീറ്റർ ആണ് എന്തിൻ്റെ ഉയരം? ആ ഒരു ഇമേജിൻ്റെ ഉയരം എന്ന് പറയുന്നത്. സെറ്റാണല്ലോ. അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്ര കാര്യങ്ങളാണ് പറയുന്നത്. ഒരുപാട് നമ്മൾ വിശദീകരിച്ച് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ക്ലാസ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും
നിങ്ങളെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ സെറ്റാണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇത് നമ്മളെ 8ാം ക്ലാസ്സിൽ പറഞ്ഞ ഒരു സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ 8ാം ക്ലാസ്സിലെ ഈ ഒരു പിക്ചേഴ്സ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾ 8ാം ക്ലാസ്സിലെ ആ ഒരു ചാപ്റ്റർ പോയി കാണാം. അപ്പോൾ താങ്ക് യു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുതേ.